മനോഹരമായ ഒരു അന്തരീക്ഷം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഈ ഭൂയാത്രയുടെ ഇടയിൽ നമുക്ക് തരുവാനായിട്ട് ഇടയായി. അതിനായി ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്വർഗീയ പിതാവിന്റെ ശരീരമായി ക്രിസ്തുവിന്റെ അവയവമായി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം എന്ന കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഓൺലൈനിലായിരിക്കും നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹോളിലുള്ളവരോടൊപ്പം ചേർന്ന് ദൈവം ഏവരെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് ദൈവസന്നദ്ധിയിൽ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്തുതിവാക്കുകളിൽ മാറാത്തവനെ, പുകഴ്ചയിൽ വീഴാത്തവനെ, ഹൃദയം നന്നായി അറിയുന്നോനെ, ഹൃദയം നന്നായി അറിയുന്നോനെ, അപ്പാ എൻ്റെ അപ്പാ, അപ്പാ എന്നാശ്രയമേ, അപ്പാ എൻ്റെ അപ്പാ, അപ്പാ എൻ്റെ സ്തുതിവാക്കുകളിൽ മാറാത്തവനെ, പുകഴ്ചയിൽ വീഴാത്തവനെ, ഹൃദയം നന്നായി അറിയുന്നോനെ, ഹൃദയം നന്നായി അറിയുന്നോനെ, അപ്പാ എന്നപ്പാ, അപ്പാ എന്നാശ്രയമേ, അപ്പാ എന്നപ്പാ, അപ്പാ എന്റെ നന്മേ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയിൽ അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയുടെ ചിന്തകൾ വെളിപ്പെടുത്തുവാൻ, അങ്ങനെ ക്രിസ്തു അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചതുപോലെ ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ അങ്ങനെ ഞങ്ങൾ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദി. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചവൃതിയിലായിരിക്കുന്ന ഏവരെയും, അത് ഈ പാണൻകുഴി ദേശം മാത്രമല്ല പിതാവേ, അങ്ങ് ആരെയെല്ലാം ആഗ്രഹിക്കുന്നുവോ, ആരെയെല്ലാം ആകർഷിക്കുന്നുവോ അവരും സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ പാതയിൽ ജീവിപ്പാൻ ദൈവമക്കളെ ഏവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അങ്ങയുടേത് മാത്രമല്ലോ, അങ്ങ് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും സ്വർഗ്ഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമ്മൾ ഭൂമിയിൽ അല്പകാലവാസികൾ മാത്രമാണ്, നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ളവരല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തുടർന്നുള്ള സന്ദേശങ്ങൾ ശ്രവിക്കുക. ഇവിടെ കർത്താവിന്റെ സുവിശേഷവുമായുള്ള ബന്ധത്തിൽ ഓൾറെഡി വീണ്ടും ജനിച്ചവരോടാണ് ഞാൻ ഓൾറെഡി സംസാരിക്കുന്നത്. എന്നാൽ ഇതുമായുള്ള ബന്ധത്തിൽ വീണ്ടും ജനിക്കാത്തവരായി യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെയുള്ള ആ രക്ഷയെ തിരിച്ചറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർപ്പിക്കുകയാണ്. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ രക്ഷിപ്പാൻ സ്വർഗ്ഗസ്ഥ പിതാവ് മറ്റൊരു നാമവും നൽകിയിട്ടില്ല, യേശുക്രിസ്തു എന്ന തന്റെ മകന്റെ നാമമല്ലാതെ. അതുകൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഈ ദുഷ്ടലോകത്ത് നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്നും, മരണത്തിൽ നിന്ന്, പാപത്തെ രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് ആഹ്വാനം തരികയാണ്. ആ യേശുവിന്റെ പിന്നാലെ നമുക്ക് യാത്രയാകാം നമ്മുടെ അപ്പന്റെ ഭവനത്തിലേക്ക്. സുവിശേഷം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് മക്കളെ. ഇതിന് നമ്മൾ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സുവിശേഷം വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഹല്ലേലൂയ. മോനെ, ആ ചുവന്ന ഷർട്ടിട്ട മോനിങ്ങ് വന്നേ. ആ വെള്ള ഷർട്ടിട്ട ആ സഹോദരൻ, യെസ്, ഇങ്ങോട്ട് വന്നേ, മുമ്പോട്ട് വന്നേ. സുവിശേഷം വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാം. ഓ ഫാദർ, ഓ ഫാദർ, താങ്ക് യു. ഇവിടെ നിന്നേ, ഇങ്ങോട്ട് വാ, ഇവിടെ കണ്ണ് കാണാത്ത ബ്രദറാണോ? അതാ പിന്നെ അവിടെ നിന്നു. ദേവാസം ഇങ്ങോട്ട് വന്നേ. ആ ദേവാസം മുന്നോട്ടേക്ക് വന്നേ. സിമ്പിൾ. ഓക്കെ, ഓ ഫാദർ, താങ്ക് യു. ഇതാ അവിടെ നിന്നേ. സുവിശേഷം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആട്ടോ. അവിടെ നിന്നോട്ടോ, സിമ്പിളാണ് സുവിശേഷം. ഈ ദേവദാസിന്റെ പേര് ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് കാണുന്നത് പീറ്റർ എന്നാണ്, അല്ലേ? ഇദ്ദേഹത്തെ സ്വർഗ്ഗസ്ഥ പിതാവായിട്ട് കാണിക്കാം. ഈ ചുവന്ന ഷർട്ടിട്ടുണ്ട് വന്ന് നന്നായി, പാസ്റ്റർ വെള്ളയിട്ടുണ്ട് വന്ന് നന്നായി. ഡേഞ്ചറാണ് ഇത്. മനുഷ്യനെ കാണിക്കണം. മനുഷ്യനെല്ലാം അപകടത്തിലാണ്. എല്ലാത്തിനെയും കൊല്ലാൻ പിടിച്ചിട്ടിരിക്കുക. ലോകം എന്ന ജയിലിൽ, പിശാച് എന്ന ജയിലറുടെ കീഴിൽ എല്ലാത്തിനെയും കൊല്ലാൻ പിടിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ മരിച്ചു പോകുന്നത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ ഇവനെ റെഡ് ധരിപ്പിച്ച് കൊല്ലാനിട്ടിരിക്കുക. അങ്ങനെ ഈ മനുഷ്യൻ
ആരുടെ സ്വത്താന്നറിയോ? ഈ അപ്പന്റെ സ്വത്ത, സ്വർഗസ്ഥ പിതാവിന്റെയാണ് ഇവരെല്ലാം. ഈ സ്വർഗസ്ഥ പിതാവിന് നഷ്ടപ്പെട്ട ആടുകളാണിവർ. ഈ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ച് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവെ ഭൂമിയിൽ അയച്ചു. ഞാനാണ് പുത്രൻ. ആ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോ ആ പുത്രൻ വന്നിട്ട് പറയുകയാണ്, എന്നെ അയച്ചിട്ടാണ് വന്നത്. ശ്രദ്ധിക്കുക, എന്നെ അയച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ഫുഡ്, എന്റെ ആഹാരം. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ ജീവിക്കുന്നത് എന്നെ അയച്ചവൻ മുഖാന്തരമാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ബൈബിൾ വേറെ കേട്ടോ. എന്നെ അയച്ചവൻ മുഖാന്തരമാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജീവനില്ല, നിങ്ങളെ കൊല്ലാൻ പിടിച്ചിട്ടിരിക്കുക, നിങ്ങളുടെ ജീവൻ പോവുകയാണ്. ഞാൻ എന്നെ അയച്ചവൻ മുഖാന്തരം ജീവിക്കുന്നത് പോലെ നിങ്ങൾ, മനുഷ്യൻ ശ്രദ്ധിക്കാത്ത പോലെ ഈ മോനും അങ്ങോട്ടിരിക്കുവോ? ശ്രദ്ധിക്കുക, നിങ്ങൾ എന്നെ തിന്നാൽ ഞാൻ മുഖാന്തരം ജീവിക്കും. ശ്രദ്ധിക്കുക, കണക്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ പറയാണ്, ഞാൻ ജീവനുള്ള പിതാവ്. പിതാവിന് എന്നാ ഉണ്ട്? എസ്റ്റേറ്റ് ഉണ്ടെന്നല്ല, കപ്പലുണ്ടെന്നല്ല, വിമാനം ഉണ്ടെന്നല്ല. യോഹന്നാൻ 6:57 സുവിശേഷമാണ്, സിമ്പിളായിട്ട് പറഞ്ഞു തരിക. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ അപ്പോ എനിക്ക് പിതാവിന്റെ ജീവൻ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ മനുഷ്യർ എന്നെ തിന്നാൽ ഞാൻ മുഖാന്തരം നിങ്ങളും ജീവിക്കും. അങ്ങനെ നമ്മൾ ഒരു കുടുംബമായി തീരും, ഒന്നായി തീരും. ഇതാണ് സുവിശേഷം. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇതിന് റോക്കറ്റ് സയൻസ് ഒന്നും പോകണ്ട. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തു ഈ സന്ദേശം 3.5 വർഷക്കാലം അറിയിച്ചു ജനത്തോട്. നിന്റെ അപ്പൻ നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സുവിശേഷം. അപ്പനുമായി ഒരുമിച്ചുള്ള ജീവിതമാണ് ഈ നല്ല വാർത്ത സുവിശേഷം. ഹല്ലേലൂയ. ഇതാണ് യേശു പറഞ്ഞത്. ദേവന്റെ പേര് പീറ്റർ എന്നല്ലേ? പീറ്റർ, രാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ അവിടെ ഇവിടെ നോക്കി നിൽക്കുന്നതിന് പകരം അപ്പന്റെ മുഖം അന്വേഷിക്കുക, ദൈവരാജ്യം അന്വേഷിക്കുക. അപ്പൻ നിന്നോടുകൂടെ വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? പക്ഷെ നീയോ പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുക. അപ്പോ ഈ സന്ദേശം 3.5 വർഷക്കാലം അറിയിച്ചതിന് ശേഷം പിശാചിനെ തകർത്ത് വേണം, ഇവനെ രക്ഷിച്ചിട്ട് വേണം അപ്പന്റെ അടുത്ത് കൂടെ ചെല്ലാൻ. അതുകൊണ്ട് ഇവനെ പിശാചിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം, ഇവനെ പിശാചിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം, ഇവൻ പിശാചിന്റെ പിടിയിലായിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? പാപനിമിത്തമാണ്. ഏക മനുഷ്യ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിപ്പാൻ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി, ഇവൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാനും നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു, നമ്മളെ സൗജന്യമായി രക്ഷിച്ചു. ഇതാണ് രക്ഷ സൗജന്യം എന്ന് പറയുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ, ശ്രദ്ധിച്ചോടോ, നിങ്ങൾ വിവാഹ ദിവസങ്ങൾ കാണാറില്ലേ? അതൊരു നിഴലാണ്. യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം, യേശു ക്രിസ്തുവാണ് മഹാപുരോഹിതൻ. ഈ മഹാപുരോഹിതൻ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവവും മനുഷ്യനും പാപനിമിത്തം ശത്രുതയില്ല. പാപത്തോട് ദൈവം അടുക്കുന്നില്ല. മഹാപുരോഹിതനായ ക്രിസ്തു ഒരു ഭാഗത്ത് ദൈവത്തെയും, ശ്രദ്ധിച്ചു കേൾക്കണേ, എന്നെ കാണണേ, കണ്ണടച്ചിട്ട് ധ്യാനിക്കല്ലേ ഈ സമയം കേട്ടോ, ശ്രദ്ധിച്ചേ, മറുഭാഗത്ത് മനുഷ്യനെയും. മനുഷ്യൻ സമ്മതിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഇവരെയും കൂടി പിടിച്ചിട്ട് രണ്ടുപേരെയും കൂടെ വിവാഹ ദിവസം പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ ചെയ്യാനുണ്ടല്ലേ, വരന്റെയും വധുവിന്റെയും കൈ ഒരുമിച്ച് പിടിക്കുന്നത് പോലെ ഇവിടെ വരനും വധുവല്ല, സ്വർഗസ്ഥ പിതാവും മനുഷ്യനും കൂടെ തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ഇവരെ രണ്ടുപേരെയും കൂടെ സ്വർഗസ്ഥ പിതാവിനെയും മനുഷ്യരെയും തമ്മിൽ ഒന്നിപ്പിച്ചു, ഒരു കുടുംബമാക്കുകയാണ്. ആരിലൂടെ? തന്നിലൂടെ, ക്രിസ്തുവിലൂടെ. ഇതാണ് സുവിശേഷം. അങ്ങനെ ഇവർ ഒരു കുടുംബമായി ജീവിക്കുന്നതാണ്
വെളിപ്പാട് 21:3 നമുക്ക് കാണുവാൻ കഴിയും. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. എങ്ങനെ? ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ഇതാണ് നടക്കേണ്ടത്. ഇതിൽ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല, ഡിനോമിനേഷൻ ഒന്നുമില്ല. അല്ല, ഇതെല്ലാം ഇടയിൽ കൊണ്ടുവന്നത് പിശാചാണ്. അവരെ അനുസരിക്കുന്ന മനുഷ്യരാണ്. സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. അതൊക്കെ വിട്ടിട്ട് ഈ സിമ്പിൾ സന്ദേശം, ദൈവം നമ്മളുമായി ഒരു കുടുംബമാകാൻ, ഒരുമിച്ച് ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു മനസ്സിലാക്കിയിട്ട് ഈ കൊച്ചു ജീവിതം അതിനായി സമർപ്പിക്കുക. അങ്ങനെ മുന്നോട്ടേക്ക് പോവുക. അതുകൊണ്ട് ഈ സന്ദേശത്തിന്റെ സബ് ടൈറ്റിൽ, ദൈവരാജ്യം എന്ന ഈ സന്ദേശത്തിന്റെ സബ് ടൈറ്റിൽ ഗോഡ്സ് ഫാമിലി പ്രൊജക്ട്. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലായല്ലോ എന്താ ദൈവത്തിന്റെ ഫാമിലി പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ? ദൈവം മനുഷ്യരുമായി ഒന്നായി ഒരു കുടുംബമാകാൻ ആഗ്രഹിക്കുന്നു. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ, മനുഷ്യനായ യേശു ക്രിസ്തു. തിരിച്ചറിയുക. ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനം പറയുന്നു, താൻ മുഖാന്തരം ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ക്രിസ്തു മുഖാന്തരം മനുഷ്യൻ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുക്കണം. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ക്രിസ്തു മതിയായത് ആകുന്നു. ഇതാണ് ഹെവൻലി ഹൗസിംഗ് പ്രൊജക്ട് ആണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ഗ്രൂപ്പും സംഘടനയും ഒക്കെ പറഞ്ഞ് തർക്കിച്ചും തട്ടിച്ചും അവസാനിപ്പിക്കേണ്ടതല്ല. എല്ലാവർക്കും എല്ലാം അറിയില്ല. പലതിലും പല കുറവുകളും പലർക്കും ഉണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പീറ്റർ ദേവദാസൻ വിളിച്ച് ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ഉറങ്ങുമല്ലോ. എല്ലാറ്റിനും പലതിനും പലർക്കും പല കുറവുകളും ഉണ്ട്. എന്നാൽ ആ കുറവുകളെ ചൂണ്ടിപ്പിടിച്ച് ഓടുകയല്ല. ശ്രദ്ധിക്കുക, ഈ ഒരു സംഭവം, ഇതാണ് കോറ്. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. നമ്മൾ എന്തെങ്കിലും തെറ്റായി ധരിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് അറിയത്തില്ല എങ്കിൽ ദൈവജനം പറയുന്നു, ഇപ്പോൾ നാം അംശമായി അറിയുന്നു. പൂർണ്ണമായത് വരുമ്പോൾ നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയപ്പെടും. ഇപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം നടക്കുവാനുള്ള കാര്യങ്ങളാണ് ദൈവം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ അതനുസരിച്ച് വചനം നടക്കുക. നാം അറിയേണ്ടത് യാത്രയിൽ ദൈവം അറിയിച്ചോളും. അല്ല എങ്കിൽ നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുമ്പോൾ നമുക്ക് പൂർണ്ണമായി അറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പൊ ഈ രംഗം മറന്നു പോകരുത്. സ്വർഗസ്ഥ പിതാവിനെയും ജനത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കുന്ന ആ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫാദേഴ്സ് ബിസിനസ്. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് സ്വർഗസ്ഥ പിതാവാണ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. താങ്ക് യു വെരി മച്ച്. എന്നിരുന്നാലേ താങ്ക് യു. നിങ്ങൾ ചിന്തിക്കും, ഇതെന്തിന് ഇങ്ങനെയൊക്കെ വിളിച്ച് പരിചയപ്പെടുത്തുന്നത്? ഇത് വചനപരമാണോ എന്ന് ചിലരും ചിന്തിക്കുന്നുണ്ട്. ഉണ്ട്. ഇത് വചനപരമാണ്. യേശു ക്രിസ്തു ശുശ്രൂഷയുടെ ഇടയിൽ മത്തായി 18 ശിഷ്യന്മാർക്ക് ഒരു ആഗ്രഹം. അവർ ദൈവരാജ്യം പ്രസംഗിച്ചു. തുടർന്ന് അവര് ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി തിരിച്ചു വന്നപ്പോ അവർക്ക് ഉടനെ തുടങ്ങി, ഞാനാണോ വലിയത്? പത്രോച്ചനാണോ വലിയത്? യാക്കോബാണോ? അതോ യോഹന്നാനാണോ വലിയത്? അപ്പൊ യേശു ഒരു ശിശുവിനെ പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ദൈവരാജ്യം പ്രസംഗിക്കുന്ന, ഇതൊക്കെ ഞാൻ കൂട്ടിച്ചേർത്താട്ടാണ്, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന നിങ്ങൾ ഈ ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ അകത്തൊരു മാറ്റം ഉണ്ടാകണം. മാറ്റമില്ല എങ്കിൽ മരണം നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാകും. ശ്രദ്ധിക്കുക, ഒരല്പസമയങ്ങൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതമുള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടെ നാം ആകുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്തിന്റെ പ്രകാശമായി തീരാം, ഭൂമിയുടെ ഉപ്പായി തീരാം. നമ്മൾ എവിടെ ചെന്നാലും അച്ചെല്ലുന്നിടത്ത് നാം രുചി പകരുന്നതായിരിക്കും. കറിക്കൊക്കെ ഉപ്പില്ലെങ്കിൽ അല്ലെന്നെ പറയും, എന്തിനുള്ള? പക്ഷെ നമ്മളാണ് ഈ ഭൂമിയുടെ ഉപ്പ്, ദൈവത്തിന്റെ പുത്രന്മാർ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. നമ്മളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് താഴ്മയാണ്. താഴ്മ ധരിക്കുക. താഴ്മയുള്ളോടത്ത് ദൈവകൃപ കടന്നു വരാനായിട്ട് ഇടയാകും. ഞാനും നിങ്ങളും ഒന്നുമല്ല. ഞാനും നിങ്ങളും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. താഴ്മയുള്ളവർക്ക് ദൈവം അധികമായി കൃപ നൽകും. ദൈവം ആദ്യം അന്വേഷിക്കുന്നത് ഒരു വിശുദ്ധനെയല്ല, താഴ്മയുള്ളവനെയാണ്. ആ താഴ്മയുള്ളവനെ ദൈവം വിശുദ്ധനാക്കി എടുത്തോ. ഹല്ലേലൂയ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതൊരു ശ്രദ്ധയോടുകൂടെ എൻ്റെ അപ്പ ഈ ചെറിയ ആയുസ് അങ്ങ് തന്നത് ഞാൻ എന്നെ
അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് നയിച്ചാട്ടെ, നടത്തിയാട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഹെവൻലി ഫാമിലി പ്രൊജക്ട്, എസ്പെഷ്യലി ദൈവത്തിന്റെ ദാസന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് മറ്റു പലരെയും പഠിപ്പിക്കുന്നതായതുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ ദൈവം സന്തോഷിക്കുന്നു. കാരണം 1000 പേരോട് വചനം സംസാരിക്കുന്നതിനേക്കാൾ നല്ലതാണ് 1000 പേരെ നടത്തുന്ന ഒരു ദൈവദാസനോട് വചനം സംസാരിക്കുന്നത്. കാരണം ആ ദൈവദാസൻ പോയി കാര്യങ്ങൾ നടത്തുവാനായിട്ടിടയാണ്. 1000 പേരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത് അവരെ ഈ ദൈവവചനം പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടിടയാണ്. ഇവിടെ നാം പേടിച്ചിരിക്കുന്നത്, അന്ത്യനാളുകളിൽ പേടിച്ചിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ടെസ്റ്റാണ്. ഇന്നും ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ ദൈവദാസന്മാർ പേടിച്ചാണ് കേൾക്കുന്നത്. ആരാണ് ഇന്ന് സഭയിൽ രാവിലെ ശുശ്രൂഷയിൽ ആരോ ഒരാൾ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ധ്യാനം കഴിഞ്ഞിട്ട് പോയിട്ട് ഒരാൻറ്റി വളരെ സന്തോഷത്തോടെ കടന്നുപോയി എല്ലാവരോടും പറഞ്ഞു, ഇതാണ് കേൾക്കേണ്ട സന്ദേശം, ഇതാണ് കേൾക്കേണ്ട സന്ദേശം എന്ന് പറഞ്ഞു. ആന്റി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദേവദാസൻ വീട്ടിൽ വന്നു വൈകിട്ട്. ആ ദേവദാസൻ വന്നത് കടന്നു പോയിട്ട് എന്തുണ്ട് വിശേഷങ്ങൾ, നേരത്തെ ഞാൻ പോയിട്ടുണ്ട്, എന്താണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ ആന്റി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്കും ആ ദേവദാസൻ ഭയങ്കര സന്തോഷമായി. പക്ഷെ അടുത്ത ദിവസം തൃശ്ശൂർ മീറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തൃശ്ശൂർ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിന് ആന്റി പറഞ്ഞു, ആ മീറ്റിങ്ങിന് കടന്നു പോവാന്ന് പറഞ്ഞപ്പോ ആ പാസ്റ്റർ പേടിച്ചു പോയി. ഇല്ല, ഞാൻ അവിടെ വരില്ല, കാരണം മറ്റു ദേവദാസന്മാർ അറിയും. മറ്റു ദേവദാസന്മാർ അറിഞ്ഞാൽ അവരെന്നെ വിലക്കും. അതുകൊണ്ട് ഞാൻ അവിടെ വരില്ല, എനിക്ക് രഹസ്യമായിട്ട് ഇതൊക്കെ ഒന്ന് അറിയണം. എനിക്ക് വലിയ സന്തോഷമാണ് രഹസ്യമായിട്ട് അറിയാം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, രഹസ്യമായിട്ട് അറിയുന്നത് നല്ലതാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെ ജീവിതം വിളക്ക് കത്തിച്ച് അത് പറയുടെ കീഴിൽ വെക്കാനുള്ളതല്ല. പകരം എല്ലാവർക്കും കാണത്തക്ക വണ്ണം അത് പ്രകാശമായി തീരുവാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇത് ചെയ്യുമ്പോ അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കുമെന്നുള്ളത് യേശു ഗ്യാരണ്ടി തന്നിരിക്കുക. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, ഗ്യാരണ്ടിയാ. എന്നിട്ട് യേശു പറയുന്നു, അപ്പോൾ ഇടറി പോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പള്ളി ആരാധിക്കാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതാണ്. പക്ഷെ അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയ, യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങിയ ഒരു കുഴപ്പമൊന്നുമില്ല. അനുഗമിക്കാൻ തുടങ്ങിയ നിങ്ങൾ ആകെ മാറി. അനുഗമിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ്. അതുകൊണ്ട് സുവിശേഷത്തിൽ ഒരു ലക്ഷ്യവും ഉണ്ട്, ഒരു മാർഗവും ഉണ്ട്. ആ ഒരു വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. സുവിശേഷത്തിൽ ഒരു ലക്ഷ്യവും ഉണ്ട്, ഒരു മാർഗവും ഉണ്ട്. 1 Thessalonians അതിന്റെ 5-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫാദർ, വി താങ്ക് യു. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചത്. ഈ വചനത്തില് വളരെ വ്യക്തതയോടെ സുവിശേഷത്തിന്റെ ലക്ഷ്യവും സുവിശേഷത്തിന്റെ മാർഗവും പറഞ്ഞിട്ടുണ്ട്. മാർഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് യേശുക്രിസ്തുവിനെ പറഞ്ഞു, ഞാൻ തന്നെ മാർഗം വെച്ച വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോ മാർഗം ആരാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. യേശുക്രിസ്തുവാണ് മാർഗം. പക്ഷെ സുവിശേഷത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു അല്ല. സുവിശേഷത്തിന്റെ ആരംഭവും മാർഗവും യേശുവാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവാണ്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്. അതായത് നിന്നെ അടിക്കാനല്ല ദൈവം നിയമിച്ചിരിക്കുന്നത്. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ആരോട് കൂടെ ജീവിക്കേണ്ടതിന്? ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് ലക്ഷ്യം. ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് അതാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് കണ്ടത്. ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട് അവിടെ എത്തണം. ഇതിനു വേണ്ടിയാണ് നമ്മളെ നിയമിച്ചത്. ഹല്ലേലൂയ. അപ്പോ ലക്ഷ്യവും ഉണ്ട്, അതിലേക്കുള്ള മാർഗവും ഉണ്ട്. ഇതാണ് ദൈവവചനം. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഏകാത്മാവിനാൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ നമ്മൾ ചെന്നെത്തേണ്ടത് എവിടെയാ? സ്വകീയ പിതാവിങ്കലാണ് ചെന്നെത്തേണ്ടത്. എടുത്തിങ്ങനെ വായിച്ച വചനം വായിച്ച് എഫേസ്യർ ലേഖനം 2:18-19. അവൻ മുഖാന്തരം നമുക്ക് ഇരുവർഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാ പ്രവേശിക്കണ്ടേ? പിതാവിലേക്കാണ്. അതാണ് ലക്ഷ്യം. മനസ്സിലാവുന്നല്ലോ ലക്ഷ്യം. അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം ഏകാത്മാവിനാൽ നമുക്ക് പിതാവിലേക്ക് പ്രവേശനം ഉണ്ട്. അങ്ങനെ പിതാവിലേക്ക് പ്രവേശനം കിട്ടാത്ത ക്രിസ്ത്യാനികളുടെ കൂട്ടമാണ്
ആ ജഡ്ജ്മെന്റ് ആണ് മത്തായി 7:21-22 കാണുന്നത്. പിതാവിങ്കലേക്ക് പ്രവേശനമേ ഇല്ല. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, അഭിഷേകം പ്രാപിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. അതിനകത്ത് അനേക സുവിശേഷ ക്രമീകരണങ്ങൾ നടന്നു. പക്ഷെ അവസാനം പിതാവിങ്കലേക്ക് പ്രവേശനം ഇല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അങ്ങനെ നാം ആയി തീർന്നെങ്കിൽ എന്തിനാണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിതം? ലോകത്തിലെ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സുവിശേഷ പ്രവർത്തനം കൊണ്ട് എന്ത് ഗുണമായുള്ള? യേശു അവരോട് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവേ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അവരുടെ സുവിശേഷത്തിന് അവരെ അധർമ്മം പ്രവർത്തിപ്പാൻ കഴിയുന്നവരാക്കാനേ കഴിയുള്ളൂ. അവരെ 1 യോഹന്നാൻ 3:9 പ്രകാരം പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രന്മാരാക്കാൻ അവരുടെ സുവിശേഷത്തിന് ശക്തിയില്ലായിരുന്നു. 1 യോഹന്നാൻ സുവിശേഷത്തിന്റെ ശക്തി നിങ്ങൾക്ക് അറിയാമോ? ഒരു സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഒരു പാപം ചെയ്യുന്ന മനുഷ്യനെ ആ പാപം ചെയ്യുവാനുള്ള ശക്തി പിശാച് അവന്റെ ഉള്ളിൽ ജഡചിന്തകളെ നിക്ഷേപിച്ചിരിക്കുമ്പോ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സർവ്വ ജഡത്തിന്റെ ചിന്തകളെ അവന്റെ ഉള്ളിൽ മരിപ്പിച്ച് അവനെ എടുത്തു കളഞ്ഞ് അവനെ നീതി പ്രവർത്തിപ്പിക്കുന്ന ദൈവത്തിന്റെ മകനാക്കി മാറ്റുന്ന സുവിശേഷത്തിന്റെ ശക്തി. ഹല്ലേലൂയ. അല്ലാതെ പുറമേയുള്ള കുറെ രോഗസൗഖ്യങ്ങളും അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല സുവിശേഷത്തിന്റെ ശക്തി. അത് അകത്തുനിന്ന് ദൈവത്തിന്റെ ശക്തിയാൽ ജഡത്തിന്റെ ചിന്തകളെ, ലോകത്തിന്റെ സ്നേഹത്തെ എടുത്തു കളഞ്ഞിട്ട് അവനെ പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രനാക്കി മാറ്റും. ഇതാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാണ് ഇന്ന് സഭയ്ക്ക് ഈ വചനം. വായിക്കേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവരിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയില്ല. കേട്ടോ? അവന് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്ന്. കഴിവില്ലാത്തതുകൊണ്ട് അവൻ പാപം ചെയ്യാത്ത. കഴിവില്ലാത്തതുകൊണ്ട് അവൻ പാപം ചെയ്യാത്ത. ദൈവത്തിന് ജനിച്ചതിനാൽ the reason is this, because he is born of God. അവൻ ദൈവത്തിന് ജനിച്ചതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ അനുഭവമാണോ സത്യം? പലരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ നന്നായിട്ട് പാപം ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന് രാവിലെ എടുത്തോണോ പറഞ്ഞേ. നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ വചനമായിട്ട് ഒക്കുന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവമാണ് സത്യം, വചനമാണോ സത്യം? എന്താ? നമ്മുടെ അനുഭവമാണ് സത്യം, വചനമാണ് സത്യം? വചനമാണ് സത്യം. കാരണം അറിയേണ്ടത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒരു രാജ്യത്ത് ബസ് ഉണ്ടാക്കി, ആ ബസ് മുഴുവൻ റോട്ടിലൂടെ ഓടുന്നത്. വേറെ രാജ്യത്ത് ബസ് ഉണ്ടാക്കി, അവര് പറഞ്ഞു ഞങ്ങളുടെ ബസ് ആകാശത്തിലൂടെയാണല്ലോ പോണേ. അപ്പൊ ഇപ്പുറത്തെ രാജ്യക്കാരും പറയും ഞങ്ങളുടെ ബസ്സൊക്കെ നിലത്തൂടെയാണല്ലോ പോണേ. നിങ്ങളുടെ ബസ്സിന്റെ പേരെന്താ? ഒരു പറഞ്ഞു KSRTC. നിങ്ങളുടെ ബസ്സിന്റെ പേരെന്താ? എയർ ബസ്. ഓ, നിങ്ങളുടെ ബസ് മോളിൽ കൂടി പോകും, ഞങ്ങൾക്കും ബസ് നിങ്ങൾക്കും ബസ്. ഞങ്ങളുടെ ബസ് താഴെ കൂടി പോകുള്ളൂ, പക്ഷെ നിങ്ങളുടെ ബസ് മോളിൽ കൂടിയാ പോകുന്നത്, എയർ ബസ്. ഹല്ലേലൂയ. കാരണം രണ്ടും ബസ്സാണെങ്കിലും രണ്ടും ഉപയോഗിക്കുന്ന ടെക്നോളജി വ്യത്യാസമുണ്ട്. മനസ്സിലായോ? രണ്ടും ഉപയോഗിക്കുന്ന ടെക്നോളജി വ്യത്യാസമുണ്ട്. എന്റെ പ്രിയ മോനെ, ദേവദാസനെ, ദേവദാസിയെ, ഞാനും നിങ്ങൾ ഉപയോഗിക്കേണ്ട ടെക്നോളജി ഒന്ന് മാറ്റാണ്ട കാലം കഴിഞ്ഞു. ഇത് പറഞ്ഞു തരാൻ ആളില്ല. ഞാനും നിങ്ങൾ ഉപയോഗിക്കേണ്ട ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആദത്തിന്റെ മക്കൾ ഉപയോഗിച്ച ടെക്നോളജി അല്ല, പകരം ക്രിസ്തു ഉപയോഗിച്ച ഇമ്മാനുവൽ ടെക്നോളജി. ഇമ്മാനുവൽ ടെക്നോളജി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രന്മാരായി ഈ ഭൂമിയിൽ ക്രിസ്തുവെ വെളിപ്പെടുത്തുവാൻ, പിതാവിനെ വെളിപ്പെടുത്തുവാൻ കഴിയും. പക്ഷെ ടെക്നോളജി മാറണം. ടെക്നോളജി മാറണം. ഹല്ലേലൂയ. ഈ ബസ് ഓടുന്നതേ ലോ ഫ്രിക്ഷൻ കൊണ്ടാ. ലോ ഫ്രിക്ഷൻ. ആ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ IC എഞ്ചിൻ ഇതാ അത് കറങ്ങുമ്പോൾ അത് ടയറിലേക്ക് അതിന്റെ ഫോഴ്സ് കൊടുത്തിട്ട് അതിങ്ങനെ കറങ്ങുമ്പോൾ ഗ്രിപ്പ് റോഡുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷൻ ഉണ്ടായിട്ടാണ് ഇത് ബസ് മുമ്പോട്ടേക്ക് പോകുന്നത്. മനസ്സിലായോ? നമ്മൾ ആദത്തിന്റെ മക്കളൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ താഴെ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ബസ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ യാത്രയുടെ ഇടയിലാണ്, ഈ ലോകത്ത് ഈ ബസ് ഓടിക്കുന്നതിന് ഇടയിലാണ് ഇതാ പുതിയ നിയമങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നത്. അങ്ങനെ പുതിയ കണ്ടുപിടുത്തത്തിൽ ഒന്നാണ് ഇതാ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ.
ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനും ബെർണോലിയസ് പ്രിൻസിപ്പിളും, ഈ രണ്ട് പ്രിൻസിപ്പിളും കൂടി അങ്ങ് കൂടി ചേർന്നുകൊണ്ട് വേറെ ടെക്നോളജി ഉണ്ടാക്കി. എപ്പോഴാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്, ആ സമയത്ത് ഇതാ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നുള്ള ഒരു ലോ കയറി വന്നു. ആ ലോ ഉപയോഗിച്ചപ്പോ ബസ് എയർബസ് ആയി മാറി. ടെക്നോളജി ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ, ബസ് എയർബസ് ആയി. ഹല്ലേലൂയ. ടെക്നോളജി ഒന്ന് മാറിയേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ടെക്നോളജി മാറിയ, അതായത് സ്പീഡ് കൂടുന്തോറും ഇതാ എന്ത് പറ്റുന്നറിയാമോ, ഇതാ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോ ഒരു തള്ളൽ ഏർപ്പെടും, അത് മുകളിലേക്ക് പോകും. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഇങ്ങനെയാ പറയുന്നത്, എവറി ആക്ഷൻ ദേർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ രണ്ട് മെത്തേഡും കൂടി ചേർന്ന് ഇപ്പോ ബസ് എയർബസ് ആയി മാറി. ഇതേപോലെ ആദത്തിന്റെ മക്കള് ഇന്ന് ന്യായപ്രമാണം അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഈ ന്യായപ്രമാണം അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം വന്നിട്ട് ക്രിസ്തു ഉപയോഗിച്ച ഒരു മെത്തേഡ് ഉണ്ട്, ആത്മാവിന്റെ പ്രമാണം. ആ പ്രമാണത്തിലേക്ക് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർ നാം കേട്ടതുപോലെ ദൈവം ജയിച്ചവൻ പാപം ചെയ്യുന്നില്ല. കാരണം പാപം ചെയ്യുവാൻ അവർക്ക് കഴിവില്ല. ദൈവത്തിന്റെ വിത്ത് അവരിൽ കിടക്കുന്നു. ഒപ്പത്തിനൊപ്പം ഉണ്ടോ? വരുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ദേവദാസനെ വിളിച്ച് കേൾക്കുന്നുണ്ട്. ദേവദാസനെ, എനിക്ക് എന്റെ ചിന്ത ദേവദാസൻ ഇങ്ങനെ ഉറങ്ങി പോകുന്ന പോലെ ഇരിക്കുന്നത്. ദേവദാസൻ വളരെ ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടറാണ്. ഇതൊന്ന് മനസ്സിലായി കിട്ടിയാലുണ്ടല്ലോ അനേകർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മുടെ ബൈബിൾ കോളേജിന്റെ ദേവദാസൻ ഇതിന്റെ തിസീസും മറ്റുള്ളതൊക്കെ ഞാൻ എല്ലാം ഓണർ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഓണർ ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കി, ഈ ടെക്നോളജി ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് പാസ് ചെയ്യാൻ പറ്റിയാൽ ദൈവപുത്രന്മാർ ഈ ലോകത്ത് വെളിപ്പെടും. പക്ഷെ ഈ ടെക്നോളജി മനസ്സിലാക്കണം. ഹല്ലേലൂയ. ടെക്നോളജി മനസ്സിലാക്കണം. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ന്യായപ്രമാണമാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം 2000 വർഷം മുമ്പ് ഔട്ട്ഡേറ്റഡാ. ഹല്ലേലൂയ. ലൂക്കോസ് 16:16 പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെയാണ്. അന്ന് മുതൽ കാലം മാറി, ദൈവരാജ്യത്തിന്റെ കാലമായി. ടെക്നോളജി മാറി, സ്പിരിച്വൽ ടെക്നോളജി മാറി. ഹല്ലേലൂയ. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബലാത്കാരികൾ ബലം പ്രയോഗിച്ച് ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ കയറാൻ നോക്കുന്നു. ചുമ്മാ ഒന്നും കയറാൻ പറ്റത്തില്ല, ബലം പിടിക്കണം. അല്ലാണ്ട് 3 പാട്ടും ആണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിച്ചു, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിച്ചു, സങ്കീർത്തനം കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി കയറത്തില്ല. ഇവിടെ ബലം പിടിച്ച് കയറേണ്ടതായിട്ട് വരും. കാരണം ലോകം എതിർക്കും, പിശാച് എതിർക്കും, നമ്മുടെ സ്വയം എതിർക്കും, നമ്മുടെ ഉള്ളിലെ ജഡചിന്തകൾ എതിർക്കും. ഇവയെല്ലാം തരണം ചെയ്ത് കയറണം. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരനെ വ്യക്തതയോടെ തിരിച്ചറിയാം. ലൂക്കോസ് 16:16 വായിച്ചു. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അപ്പോ അന്നു മുതൽ സുവിശേഷമായി അറിയിച്ചത് ദൈവരാജ്യമാണ്. ദൈവവചനം ലൂക്കോസ് 16:16 പറയാം, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. യേശുവിന് തൊട്ട് മുമ്പ് യോഹന്നാൻ വന്നു പോയത്, യേശുവിന് വഴിയൊരുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാ അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു എന്ന് പറഞ്ഞത് മനോരമയിലോ മംഗളത്തിലോ ഞാനോ നിങ്ങൾ എഴുതിയ പുസ്തകത്തിലോ അല്ല, വിശുദ്ധ ബൈബിളിലാണ്. ഹല്ലേലൂയ. എന്നാൽ അന്ന് മുതൽ സുവിശേഷമായി അറിയിച്ചു എന്ന ദൈവരാജ്യം എന്ന സംഭവം ഇന്ന് ബൈബിൾ കോളേജിന്റെ സിലബസിലില്ല. ഇന്ന് ബൈബിൾ കോളേജിന്റെ സിലബസിലില്ല. അവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ ഉണ്ട്, പോൾ എപ്പിസോഡ് ഉണ്ട്, സഭാചരിത്രമുണ്ട്, പ്രസംഗ ശാസ്ത്രമുണ്ട്. സുവിശേഷമില്ല. സുവിശേഷകരെ ഒരുക്കുന്ന ബൈബിൾ കോളേജിന്റെ സിലബസിൽ സുവിശേഷമില്ല. യേശു പ്രസംഗിച്ച സുവിശേഷമില്ല. പിശാചിന്റെ മിടുക്കെ. 2 Corinthians 4:4 പറയും. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? 2 Corinthians 4:4 പറയാണ്, ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് യേശുക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. മനുഷ്യന് മനസ്സിലാകുന്നില്ല ഇതില്ലെന്ന്. യേശു 3 വർഷം പ്രസംഗിച്ച സുവിശേഷം ബൈബിൾ കോളേജിലെ സിലബസിൽ ഇല്ല എന്നുള്ളത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ കുരുടന്മാരായി പോയി. വായിച്ചു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഹല്ലേലൂയ. മനസ്സ് കുരുടാക്കി അവരെ അവിശ്വാസികളായി ഇവരെ തുടരുകയാണ്. കാരണം എന്താണ് സുവിശേഷം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ അപ്പനോടുകൂടെ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന ഒരു ഹൗസിംഗ് പ്രൊജക്റ്റ് ആണ് സുവിശേഷം.
ഹല്ലേലൂയ. ഇതവർക്ക് അറിയില്ല. പകരം അവരുടെ ചിന്തയിൽ എന്നെന്നറിയാമോ? ഇതാ മോന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കാം, മോനിങ് വന്നിട്ടോ, പെട്ടെന്ന് വന്ന്. അവന്റെ ചിന്തയിൽ എന്നാന്നറിയാമോ? അവന്റെ ചിന്തയിൽ സുവിശേഷം എന്ന് പറയുന്നത് ഇതാ അവനിവിടെ നിൽക്കുമ്പോ ഇതാ രക്ഷിക്കപ്പെട്ടോ? ഇല്ല, രക്ഷിക്കപ്പെട്ടു കേട്ടോ. അവൻ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ കർത്താവ് സ്വീകരിച്ചു. ഇനി അവന്റെ ചിന്തയിൽ എന്നാന്നറിയാമോ? ഇതാ അവന്റെ തലവേദന പോകും, അവന് ഓസ്ട്രേലിയ പോകാൻ വിസ വരും, അവന്റെ പ്രശ്നങ്ങൾ മാറും, അവന് നല്ല ജോലി കിട്ടും, എന്നിട്ട് ഇതെല്ലാം കിട്ടിയിട്ട് അവൻ ചത്തുപോകും, തീർന്നു. ഇതാണ് അവന്റെ ചിന്തയിലെ സുവിശേഷം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ഈ ആയുസ്സിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നീ സകല മനുഷ്യരിലും അരിഷ്ടനാ. സകല മനുഷ്യരിലും അരിഷ്ടനാ. അവൻ ദൈവ കുടുംബമായി ദൈവവുമായി ഒന്നാകുന്ന ഒരു ചിന്ത അവനില്ല. പകരം യേശുവിനെ അങ്ങോട്ട് പറഞ്ഞു. അവന്റെ ചിന്തയില് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് അത്യുന്നതനായ ദൈവം. അവന്റെ ചിന്തയിൽ അതാക്കി കൊടുത്തു. അതുകൊണ്ട് അവൻ അവിടെ കിടന്ന് അവസാനിക്കും. അവസാനം യേശുവിന്റെ അടുക്കൽ വരും. കാരണം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ യേശുവിന്റെ അടുക്ക വരണ്ടേ? ഏതേശു? ഒറിജിനൽ യേശു. അങ്ങനെ ആ സമയത്ത് യേശു പറയും, ഞങ്ങൾ അങ്ങ് കർത്താവായി സ്വീകരിച്ചല്ലോ എന്ന് പറയുമ്പോൾ യേശു പറയും, എന്നെ കർത്താവേ കർത്താവെന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനെ പിതാവിന്റെ വീട്ടിൽ പ്രവേശിക്കുകയുള്ളൂ. ഇവനെ തള്ളിക്കളയുമ്പോൾ ഇവൻ മനസ്സിലാക്കുന്ന, എടാ ഞാൻ ചതിക്കപ്പെട്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ ചതിക്കപ്പെട്ടല്ലോ. അന്ന് അവന് പറയാൻ പറ്റില്ല ഒരിക്കലും. അപ്പൊ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞല്ലോ, അങ്ങ് തന്നെയാണ് പിതാവെന്ന്. ഹല്ലേലൂയ. അവിടെ വെച്ചാണ് ചതി അവൻ തിരിച്ചറിയുന്നത്. യേശു വ്യക്തതയോടെ പറയും, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്തവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കും. അതായത് പിതാവിന്റെ വീട്ടിൽ കിടക്കും. അവൻ പുറത്താക്കപ്പെട്ടു. അടുത്ത കൂട്ടർ വരുന്ന ദൈവദാസന്മാരാ. ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. കർത്താവരോട് സംസാരിക്കാൻ പോലും നിന്നില്ല. ഗെറ്റ് ഔട്ട്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ നിങ്ങൾ ഓടുന്നേ? പ്രിയ സഹോദരൻ, ഞാൻ ദുബായിലെ ഒരു ബിസിനസ്സുകാരനാ. ആ ബിസിനസ് ഒക്കെ ഇതാ മാറ്റി വെച്ചിട്ട് അത് സെക്കൻഡറി ആക്കിയിട്ട്, അതിനകത്ത് ഉപേക്ഷിച്ചതല്ല, അത് സെക്കൻഡറി ആക്കിയിട്ട് ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചത് ഇതിന്റെ സത്യം കണ്ടുകൊണ്ടാണ്. ഇത് നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ. വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാ. അല്ലാണ്ട് ലോകം നേടാനല്ല. ലോകം നേടാനാണെങ്കിൽ നിങ്ങളെക്കാളൊക്കെ മനോഹരമായി ദുബായിലെ ബിസിനസ്സുകാരനായി എനിക്ക് ലോകം നേടാം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നേടുന്നതെല്ലാം മരണം കൊണ്ട്, സെമത്തേരി കൊണ്ട് അവസാനിക്കും. എന്നാൽ സെമത്തേരി കൊണ്ട് അവസാനിക്കാത്ത ഒന്ന് നമുക്കുണ്ട്, സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിനുള്ള ഒരു ജീവിതം. അതാണ് നിധി, അതാണ് സുവിശേഷം. വയലിൽ ഒളിച്ചു വെച്ച നിധി. വയലെന്ന് പറയുന്നത് ലോകം. നമ്മുടെ മനസ്സിൽ ലോകത്തിൽ വലിയവനാകണം, ലോകത്തിൽ എനിക്ക് പ്രശംസ കിട്ടണം, ലോകത്തിൽ എന്നെ അറിയപ്പെടണം, ലോകത്തിൽ എനിക്ക് പണം വേണം എന്ന ചിന്ത അകത്തിട്ട് വന്നിട്ട് ദൈവരാജ്യത്തെ മറച്ചു. നമ്മളെ കുരുടന്മാരാക്കി, മനസ്സിനെ കുരുടാക്കി. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. ഇനി പോയിരുന്നു ശരി, ഇടയ്ക്ക് വിളിക്കോട്ടോ, ഓടി വരണേ. താങ്ക് യു. ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഹെവൻലി ഹൗസിംഗ് പ്രോജക്ട് ഇവിടെയുണ്ട്. ന്യായപ്രമാണത്തിലെ പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെയാണ്. ന്യായപ്രമാണം ആർക്കാണെന്നറിയാമോ? ഒരു പാപിയായ മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ പ്രമാണം ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത് പുതിയ സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചിന്തിച്ചു, അയ്യോ ദൈവം ജനിച്ചോ പാപം ചെയ്യത്തില്ല എന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞത്. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമല്ല, നന്നായിട്ട് പാപം ചെയ്യുന്നുണ്ടല്ലോ എന്ന ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ മനസ്സിലാക്കിയാടെ, ഇതുവരെയും പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിയത്തില്ല. പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിയത്തില്ല. ഗലാത്യലേഖനം 6:15 പറയാണ്, ഇനി പഴയ സൃഷ്ടിയിലെ അഗ്രചർമ്മവും അല്ല പരിച്ഛേദനവും അല്ല, പുതിയ സൃഷ്ടി അത്രയും കാര്യം. ഇതുവരെ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. ഹല്ലേലൂയ. ഇതുവരെ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. വായിച്ചേ ഗലാത്യർ 6:15. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രയും കാര്യം. അപ്പൊ എന്താ കാര്യം? പുതിയ സൃഷ്ടിയാ കാര്യം. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി ബൈബിളിന്റെ സിലബസിലില്ല. പുതിയ സൃഷ്ടിയാ കാര്യം. കാരണം പുതിയ സൃഷ്ടിക്ക് മരണമില്ല, പഴയ സൃഷ്ടിയുണ്ട്. അതാണ് ഈ കാണുന്നത്. പഴയ സൃഷ്ടിക്ക് ജീവൻ കിട്ടിയത് ജനനത്തിലാണ്. പുതിയ സൃഷ്ടിക്ക് ജീവൻ കിട്ടിയത് മരണത്തിലൂടെയാണ്. രണ്ട് വ്യത്യാസമുണ്ട്. പഴയ സൃഷ്ടിക്ക് ജീവൻ കിട്ടിയത് ജനനത്തിലൂടെയാണ്. ആ ജീവൻ മരണത്തിലൂടെ പോകും.
എന്നാൽ പുതിയ സൃഷ്ടിക്ക് ജീവൻ കിട്ടിയത് ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ്. അവർക്ക് ഇനി വീണ്ടും മരണമില്ല. ഹലോ, സമയമെടുക്കും. കടിച്ചുകൊണ്ടിരുന്നോ? ദഹിക്കാൻ സമയമെടുക്കും. പഴയ സൃഷ്ടിക്ക് ജീവൻ കിട്ടിയത് ജനനത്തിലൂടെയാണ്. അതാണ് സ്ത്രീയിൽ നിന്നുള്ള ജനിച്ച ജനനം. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണ്, സ്നാപക യോഹന്നാൻ. എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇവനേക്കാൾ വലിയവനാണ്. ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വന്നു എന്ന് മുതൽ, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദേവദാസന്മാരെ, മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകവും ലോകത്തുള്ളതും എല്ലാം ഇവിടുന്ന് പോകും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ഇളകാത്ത രാജ്യമായ ദൈവത്തിന്റെ രാജ്യം. ഹല്ലേലൂയ. ആ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം വളരെ ശ്രദ്ധയോടുകൂടെ ക്രിസ്തുവെ അനുഗമിച്ച് അനുസരിച്ച് ജീവിപ്പാൻ ഇടയാകണം. ഈ ലോകത്തിന്റെ ക്രിസ്ത്യാനിത്വത്തിലേക്കല്ല പോകേണ്ടത്, പകരം വിശുദ്ധ ബൈബിളിലെ ക്രിസ്ത്യാനിത്വത്തിലേക്ക്, വിശുദ്ധ ബൈബിളിലെ ക്രിസ്ത്യാനിത്വത്തിലേക്കാണ് നാം പോകേണ്ടത്. ഈ ലോകത്ത് കാണുന്ന ക്രിസ്ത്യാനിത്വത്തെ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? അത് ഈ ബൈബിൾ പ്രകാരമുള്ളത് മാത്രം എടുക്കണം. അല്ലാത്തതൊക്കെ മാറ്റിയിട്ട് വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ കാണിച്ചു തന്ന ക്രിസ്ത്യാനിത്വം അത് മാത്രം ഏറ്റെടുക്കുവാൻ ഇടയാകട്ടെ. എങ്കിൽ നാം ജയം പ്രാപിപ്പാൻ ഇടയാകും. 40,000-ഓളം അതിലധികവും ക്രിസ്തീയ ഡിനോമിനേഷൻസ് ഉണ്ട്. ഇവയെല്ലാവരും പറയും നമ്മൾ ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തത്തില്ല. പകരം ഇവരെല്ലാവരും സ്നേഹിച്ച്, എല്ലാവരെയും ബഹുമാനിച്ച്, ഇവരെ ആരൊക്കെ വിശുദ്ധ ബൈബിളിന് അനുസൃതമായി പറയുന്നു അത് മാത്രം ഏറ്റെടുക്കുക. നിങ്ങളുടെ ക്രിസ്ത്യാനിത്വം, നിങ്ങളുടെ ദൈവ രാജ്യ ജീവിതം എന്ന് പറയുന്നത് ഈ വചനത്തിൽ അടിസ്ഥാനമിട്ടതായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ എന്തുകൊണ്ടാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത് പോലെ ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവൻ കിടക്കുന്നു. ദൈവത്തിൽ ജനിച്ചവന് അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവൻ പുതിയ സൃഷ്ടിയായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ പറ്റാത്ത. നമ്മൾ കമ്പയർ ചെയ്തത് വേറെ ആരുമായിട്ടല്ല, നമ്മുടെ പഴയ സൃഷ്ടിയുമായിട്ടാണ്. പഴയ സൃഷ്ടി നന്നായിട്ട് പാപം ചെയ്യും, പുതിയ സൃഷ്ടിക്ക് പാപം ചെയ്യാൻ കഴിയത്തുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, പഴയ സൃഷ്ടി ലോകരാജ്യത്തിലും പുതിയ സൃഷ്ടി ദൈവരാജ്യത്തിലുമാണ്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് പഴയതിനെ നാം ഉപേക്ഷിക്കുകയും പുതിയതിനെ ധരിക്കുകയും വേണം. നമ്മൾ ക്രിസ്ത്യാനികൾ അനുസരിക്കാത്ത ഒരു വചനമാണിത്. ഇതാണ് എഫേസ്യർ 4:22, 23, 24 പറയുന്നത്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. നമ്മൾ അനുസരിക്കാത്ത വചനം. പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ ധരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല. പഴയതിനെ ഉപേക്ഷിക്കണം. നമ്മൾ അനുസരിക്കത്തില്ല. പഴയവനാണ് പാപം ചെയ്യുന്നത്, അവനാണ് ന്യായപ്രമാണത്തിന്റെ ആവശ്യം, അവനെ ഉപേക്ഷിക്കണം. വായിക്കേ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പൊ ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ഉപേക്ഷിക്കുമോ? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ അനുസരണക്കേടാ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കത്തില്ല. പഴയ മനുഷ്യനെ ഡിസിപ്ലിൻ ചെയ്യാനാണ് ന്യായപ്രമാണം. അവനെ ഉപേക്ഷിക്കേ. എന്നെ കേൾക്കുന്ന ദേവദാസനെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കൽപ്പന അനുസരിക്കാറുണ്ടോ? ബ്രദറെ, അങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല ബ്രദറെ, അതെന്താന്ന് അത് മനസ്സിലാക്കണം. ദൈവവചനം പറയുന്നത് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കേ. അപ്പൊ പഴയ മനുഷ്യൻ ആരാന്നറിയണം, എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് അറിയണം. ആ പഴയ മനുഷ്യനെയാണ് ന്യായപ്രമാണങ്ങൾ നിയന്ത്രിക്കുന്നത്, പുതിയവനെ അല്ല. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക, കളയുക. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ഒരു പുതിയ മനുഷ്യൻ ദൈവത്തിന് ഉണ്ടായിട്ടുണ്ട്. അവനെ നീ അങ്ങ് എടുത്തങ്ങ് ധരിച്ചോ, അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അവനാണ് ദൈവം ജനിച്ചവൻ, അല്ല പഴയവനല്ല. പഴയവൻ ആദത്തിൽ ജനിച്ചവനാ, മനുഷ്യൻ ജനിച്ചവനാ. മറ്റവൻ ആ മനുഷ്യൻ ജനിച്ചവനല്ല, ദൈവം ജനിച്ചവനാ. ഈ ഒരു തിരിച്ചറിവുകൊണ്ടാണ്. താഴേക്ക് വായിക്കേ. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. സിമ്പിൾ. അവൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ എങ്ങനെയാ? ദൈവാനുരൂപമായി. ആദാനുരൂപമായല്ല,
ദൈവാനുരൂപമായി. ക്ലാസ് ഗോഡ് ക്ലാസ്സാ. എന്ത് ക്ലാസ്സാ? ഗോഡ് ക്ലാസ്സാ. ക്ലാസ് മാറിപ്പോയി. അസ്തിത്വം മാറിയെന്ന്. അസ്തിത്വം മാറി. ഈ ഒരു സത്യത്തിന്റെ തിരിച്ചറിവ് നമുക്ക് അക്സസ് ചെയ്യാം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അസ്തിത്വം മാറിപ്പോയി. അസ്തിത്വം മാറിപ്പോയി. മനുഷ്യന്റെ ക്ലാസ്സിൽ നിന്ന് ദൈവത്തിന്റെ ക്ലാസ്സിലേക്ക്, ആദത്തിന്റെ ക്ലാസ്സിൽ നിന്ന് ക്രിസ്തുവിന്റെ ക്ലാസ്സിലേക്ക് മാറ്റി. ദൈവത്തിന്റെ ക്ലാസ്സിലേക്ക് മാറ്റി. ക്രിസ്തുവിന്റെ ബ്രദേഴ്സ് ആക്കി മാറ്റി. സഹോദരങ്ങളാക്കി മാറ്റി. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ ഞാൻ കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരെ കാണുമ്പോൾ പറയണത് ബ്രദേഴ്സ് ബ്രദേഴ്സ് ബ്രദേഴ്സ്, സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ. നമുക്കിത് പറയാൻ കഴിയുന്നില്ല. നമുക്ക് പറയാൻ കാരണം നമുക്കിത് അറിഞ്ഞുകൂടുന്നേ. സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കി. നമുക്കിത് അറിയത്തില്ല. ഹെബ്രായ ലേഖനം 11 നമുക്ക് കാണാം. ഇതാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. യേശു ക്രിസ്തു നമ്മളെ ശുദ്ധീകരിക്കുന്നവരും ശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനാണ് അപ്പൻ. അതുകൊണ്ട് യേശു നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. പക്ഷെ നമുക്ക് തിരിച്ചു വിളിക്കാനോ? നമുക്കത് വായിക്കാൻ പോലും പറ്റത്തില്ല. വചനം നമുക്ക് ഈ വചനം ആ ബൈബിളിൽ അങ്ങനെ ഒരു വചനം ഉണ്ടോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. വായിച്ച് ഹെബ്രായർ 2:11, 12 പല ഭാഗങ്ങളുണ്ടത്, ഒരു ഭാഗത്തല്ല. വായിക്കാം. വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ. യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശുവിനും നമുക്കും അപ്പൻ ഒരാളാണ്. വിശുദ്ധീകരിക്കുന്നവൻ യേശു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ. രണ്ടുപേർക്കും അപ്പൻ ഒരാളായതുകൊണ്ട് യേശു ക്രിസ്തു നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഇവിടുന്ന് കേട്ടോ, വേറൊരു പള്ളിയിൽ ഇത് കേൾക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മതി. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ഒരുവനാണ് അപ്പൻ. അപ്പൻ ഒന്നായതുകൊണ്ട് യേശു, അതാണ് പുതിയ സൃഷ്ടിയിൽ, പഴയതിലല്ല, ആദത്തിൻ്റെതല്ല, പുതിയതിൽ അപ്പൻ ഒന്നായതുകൊണ്ട് യേശു ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. പക്ഷെ നമുക്ക് തിരിച്ചു വിളിക്കാൻ ഭയങ്കര ലജ്ജയാണ്. അപ്പോസ്തലനായ പൗലോസിന് ലജ്ജയില്ല. അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, റോമ 8:29 അദ്ദേഹം പറയുകയാണ്, ദൈവം ഇങ്ങനെ ഒരു മുൻനിയമനം ലോക സ്ഥാപനത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ അദ്ദേഹത്തിന് തിരിച്ചറിവ് കിട്ടി, അദ്ദേഹത്തിന് വിടുതൽ കിട്ടി. അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, ഏറ്റവും ആദ്യം ജനിച്ചവനാകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, അതാണ് ദൈവാനുരൂപം, ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ എന്നെ നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു. God has pre-appointed us. നമ്മളെ നിയമിച്ചു കഴിഞ്ഞു. ആർക്കും മാറ്റാൻ പറ്റും. യഹോവ പണിതു. ആ പണിയിൽ പണിക്കാർ പണിതാൽ അവരുടെ അധ്വാനം വ്യർത്ഥമല്ല. യഹോവ ഓൾറെഡി പണിതു കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം വരുന്നില്ല. കാരണം നമ്മളെ പിശാച് ഇതാ സ്കൈലാബ് പോലെ ആക്കി കളഞ്ഞു. സ്കൈലാബ് പോലെ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തെ കൊണ്ട മുക്കി. ഇതാണ് ബുദ്ധിയില്ലാത്ത ഗലാത്യർ എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നത് ബുദ്ധിയില്ലാത്ത ഗലാത്യർ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിലോ പോയി സമാപിച്ചത്. പുതിയ സൃഷ്ടി ആത്മാവില, പഴയ സൃഷ്ടി ജഡത്തില. ഹല്ലേലൂയ. ഈ റഷ്യൻ നിർമ്മിതമാണെന്ന് ഞാൻ കേട്ടേക്കണേ. സ്കൈലാബ് എന്ന് പറയുന്ന ഒരു റോക്കറ്റ്. ആ റോക്കറ്റ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പേപ്പറിലൊക്കെ വാർത്ത. അത് ബഹിരാകാശത്തേക്ക് പോകാൻ അയച്ച് അത് പോയത് അങ്ങോട്ടേക്കാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ അത് നേരെ വന്ന് സമുദ്രത്തിലൊന്ന് മുഞ്ഞുകുത്തി. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ കാര്യം. ഹല്ലേലൂയ. അയച്ചത് ആത്മമണ്ഡലത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്കാ. നമ്മൾ നേരെ പോയി വന്ന് ജഡത്തിൽ ഒന്ന് മുഞ്ഞുകുത്തി അന്നവസ്ത്രാദി സർവ്വ നന്മകളിൽ അവസാനിച്ചു. ഹല്ലേലൂയ. അതാണ് ഗലാത്യലേഖനം 3:3 വായിച്ച് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം. നമ്മൾ ആ ഒരു രീതിയിലായി ആയി പോകരുത്. തിരിച്ചറിയണം. ഗലാത്യലേഖനം 3:3 ദൈവരാജ്യ ശുശ്രൂഷ മുഴുവൻ ആത്മാവില, ജഡത്തിലല്ല. നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമർപ്പിക്കുന്നുവോ? നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരാണ്. ബുദ്ധി കെട്ടുപോയോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്, അതായത് ക്രിസ്തുവിനെ നാം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മളെ ആരംഭിച്ചത് ആത്മാവിലാണ്. പക്ഷെ നമ്മൾ മൊത്തം ജഡമായോ? നമ്മൾ അന്വേഷിക്കുന്ന മൊത്തം ജഡത്തിലെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ജഡത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും വന്നാലേ മാർക്കറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഓട്ടോമാറ്റിക് ദൈവദാസന്മാർ എന്ത് പറയാ? ജഡത്തിലേക്ക് അവരും ഷിഫ്റ്റായി. ജഡത്തിലെ കാര്യം പറഞ്ഞാൽ ഇവർ വീണ്ടും തന്നെ പ്രസംഗിക്കാൻ വിളിക്കും.
ഹല്ലേലൂയ. ആത്മാവിലെ കാര്യം പറഞ്ഞാൽ ഇതാ പ്രസംഗവേദിയിൽ ആളങ്ങ് കുറഞ്ഞു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡത്തിലെ കാര്യങ്ങൾ പറയുന്ന തലത്തിലേക്ക് മാറി. പിൻപിലുള്ളതിനെ വിട്ടുകളയാൻ മനസ്സില്ല, പിൻപിലുള്ളതിനെ മുറുകെ പിടിക്കാൻ മുൻപിലുള്ളതിനെ വിട്ടുകളയുന്ന മണ്ഡലത്തിലേക്ക് മാറി. അങ്ങനെ ആയാൽ നാം വെറും വിഡ്ഢികളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അത്ര ബുദ്ധിയില്ലാത്തവരോ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് മുമ്പിൽ ആത്മാവാണ്. സ്വർഗീയ പിതാവിനോട് കർത്താവ് യേശുവിനോടുള്ള കൂട്ടായ്മയാണ്, പിൻപിൽ കാണുന്ന സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയാണ്. എന്നാൽ രണ്ട് കൂട്ടായ്മ. ഒരെണ്ണത്തിൽ ഇതാ അവിടെ പത്രോസുണ്ട്, ചാക്കോച്ചനുണ്ട്, അന്നമ്മയുണ്ട്, CSI ഉണ്ട്, കത്തോലിക്കുണ്ട്, IPC ഉണ്ട്, ചാരോനുണ്ട്, കൂടെ ശവപ്പെട്ടിയുണ്ട്. എന്നാൽ ഇവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, അനേക ദൂതന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. എന്നെയും അങ്ങോട്ടേക്ക് വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പിൻപിലുള്ളവരെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തു ദൈവത്തിന്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടേണ്ടതിന് പകരം പിൻപിലുള്ളതിനെ മുറുകെ പിടിക്കാൻ വേണ്ടി മുൻപിലുള്ളതിനെ കളയുന്നു. എന്നിട്ട് പറയുന്നു, മണ്ണി പ്രതി ഞാൻ മാണിക്കാൻ കളയത്തില്ലെന്ന ഒരു പാട്ട് ഒരു സ്ഥലത്ത് കിടക്കുന്നു, ജീവിതം വേറെ സ്ഥലത്ത് കിടക്കുന്നു. അങ്ങനെയല്ല, ഇറ്റ്സ് അവർ ടെസ്റ്റ്. മുമ്പിലെ കൂട്ടായ്മ ഇതാ അപ്പോസ്തലൻ പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ കത്തോലിക്കിനോട്, CSIയോടും, മാർത്തോമയോടും, IPCയോടും ഒന്നും അല്ല. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോട് അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടിയാ. അവിടെ ഈ ഭൂമിയിലുള്ളതുപോലെ ശവപ്പെട്ടിയും ഇല്ല, അവിടെ മരണമില്ല. അത് ദൈവപുത്രന്മാരുടെ കൂട്ടായ്മയാണ്, അത് ദൈവരാജ്യമാണ്, അത് പുതിയ സൃഷ്ടികളാണ്. അവിടുത്തെ നിയമം ആത്മാവിന്റെ നിയമമാണ്. എന്നാൽ പുറയിലുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൂട്ടായ്മയാണ്. അവിടെയാണ് ന്യായപ്രമാണം ഉള്ളത്, അവിടെയാണ് മരണമുള്ളത്, അവിടെയാണ് എല്ലാ തിന്മകളും ഉള്ളത്. അവിടെയാണ് നമ്മുടെ പഴയ മനുഷ്യൻ, മുൻപിൽ പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി. ഏത് വേണോ തീരുമാനം എടുക്കാൻ. നമ്മൾ ഈ പുറകിലുള്ളതിനെ വിട്ടുകളയാതിരിക്കുക. പിശാചും അവന്റെ ആളുകളും വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ആളുകളാണ് സഭ നിറഞ്ഞു കിടക്കുന്നത്. എല്ലാ തലപ്പത്തിരിക്കണം അവന്റെ ആളുകളായിരിക്കും. അതുകൊണ്ടാണ് എന്ന് രാവിലെ പറഞ്ഞ ഒരു ദേവദാസന് ഇത് കേൾക്കാൻ ഭയങ്കര താല്പര്യമോ. രഹസ്യത്തിൽ വന്നാ കേൾക്കണേ, വാണേ മീറ്റിങ്ങിന് വന്നേ. അയ്യോ ഞാൻ വരില്ല. അതെന്താ? എന്നെ അവർ പുറത്താക്കും. ആളുകളറിയാൻ പാടില്ല. ഹല്ലേലൂയ. പേടിച്ചിരിക്കുക. അതിന്റെ അർത്ഥം സഭയുടെ തലപ്പത്ത് മുഴുവൻ പിശാചിന്റെ ആളുകൾ ഇരിക്കുക. ഹല്ലേലൂയ. ആരെങ്കിലും ദൈവരാജ്യമോ പുതിയ സൃഷ്ടിയോ ആത്മാവിന്റെ നിയമമായിട്ട് വന്നാൽ ഉടനെ അവര് പറയും, ദുരുപദേശം പുറത്താക്ക. എന്താ കാര്യം? ഇതെങ്ങാനും സഭയിലുള്ളിലുള്ള നല്ലവരറിഞ്ഞാൽ അവര് ഇതാ യേശുവിന്റെ പിന്നാലെ പോകും. പുതിയ ഉടമ്പടിയിലേക്ക് അവർ കയറും, പുതിയ സൃഷ്ടിയിലേക്ക് അവർ കയറും. ഹല്ലേലൂയ. നിങ്ങളെ പിന്നെ വാണിഭമാക്കാൻ അവർക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, പുരോഹിതൻ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നത്. ഹല്ലേലൂയ. ആ ജനത്തിന്റെ ഭാഗത്തേക്കല്ല ഒരു പുരോഹിതൻ നോക്കേണ്ടത്, പകരം ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക്, ദൈവത്തിന് ഇഷ്ടം ചെയ്യാനാണ് ഞാൻ നിങ്ങൾ ജീവിക്കേണ്ടത്. ആരെ പോലെ? യേശുവെ പോലെ. യേശു പറയും, നമ്മളൊക്കെ എന്തിനാ പ്രാർത്ഥിക്കാൻ പോണേ? അവിടെ പോയാൽ ഉടനെ തന്നെ റേഷൻ കാർഡിലെ കടയിൽ ചെന്നിട്ട് നിവർത്തുന്നത് പോലെ അരി 5 കിലോ, മറ്റൊരു പാമോയിൽ ഇത്ര, മുളക് പൊടി ഇത്ര, മണ്ണെണ്ണ ഇത്ര എന്ന് പറഞ്ഞ പ്രാർത്ഥനാരിഷ്ടങ്ങൾ നേരത്തും നമ്മുടെ ഇഷ്ടങ്ങൾ. എന്നാൽ യേശുവിനെ നോക്കിയേ, യേശു പറയാണ്, ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല. അപ്പൊ നമ്മൾ യേശു തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. യേശു പറയുന്നത്, ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം, എന്റെ ഫുഡ്. എന്റെ പ്രിയ മക്കളെ, ഈ യേശുവിനെ പോലെ ആകാൻ നമ്മളെ മുൻ നിയമിച്ചാൽ, യേശുവിന്റെ പേരിൽ നമുക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാനല്ല. വ്യക്തതയോടെ തിരിച്ചറിയുക. അല്ല, ഇവിടെ ഒരു സാമ്രാജ്യം നിലനിൽക്കത്തില്ല. ഈ ശരീരം ദ്രവിച്ചുകൊണ്ടേയിരിക്കുക, ഒരു സാമ്രാജ്യം നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ സമ്പന്നനെന്ന് നാം ചിന്തിക്കുന്ന രത്തൻ ടാറ്റ എന്ന് പറയുന്ന വ്യക്തിയെ അടുത്ത് മരിച്ചു. എത്ര കമ്പനികളുടെ ഉടമയാ, എത്രത്തോളം അംഗീകാരമാ. വല്ലം പോയപ്പോ വട്ട പൂജ്യമായി, അല്ലെ? ഇവിടെ ഹീറോ ആകാൻ വേണ്ടി ശ്രമിച്ചു, അവസാനം പോയപ്പോ സീറോ ആയി പോയി. ഇവിടെ നിൽക്കുന്ന ഒരു രാജ്യവുമില്ല, ഒരു ബഹുമാനം ഇവിടെ നിൽക്കത്തില്ല. നമ്മളെ ബഹുമാനിക്കുന്ന സ്വർഗസ്ഥ പിതാവ്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഹെവൻലി പ്രൊജക്ട് ഉണ്ട്. ആ ഹെവൻലി പ്രൊജക്റ്റിൽ ദൈവപുത്രന്മാരായ, എങ്ങനെയാ നമ്മൾ പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യരാണെന്ന് പറയാമോ? സിമ്പിളാ. ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വിത്ത് അവന് കിടക്കുന്നു. ഇതാണ് ആ സീക്രട്ട്. ദൈവത്തിന്റെ വിത്ത് അവന് കിടക്കുന്നു. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ കാര്യം. വിത്തിൽ നിന്ന് മുളച്ച ഒരു മാങ്ങയാണ് എങ്കിൽ, അതായത്
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മാങ്ങ പ്രിയൊരു മാങ്ങ. ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അതിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആ മാങ്ങാണ്ടിയിൽ നിന്ന് ഒരു മാവ് മുളച്ച് വളർന്നു കഴിയുമ്പോൾ ഞാൻ അതിനെ പഠിപ്പിക്കണോ? എടാ, നിയമം 1, പുളിയുള്ള 3 മാങ്ങ കായ്ക്കരുത്. 2, നീയെ വളർന്നു വരുമ്പോ ചന്ദ്രക്കാരനെ പോലെ കൊച്ചു മാങ്ങ ആകരുത്. ഇങ്ങനെ പഠിപ്പിക്കണം അവനെ. ഒന്നും ആവശ്യമില്ല, വിത്തിൽ നിന്ന് മുളച്ചതായതുകൊണ്ട് അത് കായ്ച്ചാൽ പ്രിയൊരു മാങ്ങയെ കായ്ക്കും. മനസ്സിലായോ? ഇതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ വളർന്നാൽ അവന് പാപം ചെയ്യാൻ കഴിയില്ല. ഇതാണ് സീക്രട്ട്. അവന് പാപം ചെയ്യാൻ കഴിയും, അതാണ് സീക്രട്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ദൈവത്തിൽ ജനിച്ചവനെ അല്ലെന്നേ, നമ്മൾ ഉപയോഗിക്കുന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ചവനെ. കർത്താവ് യേശു പറഞ്ഞു, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനുണ്ട്, ദൈവത്തിൽ ജനിച്ചവനുണ്ട്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ ഏറ്റവും വലിയ സ്നാപയോഹനാണ്. പക്ഷെ ദൈവത്തിൽ ജനിച്ചവൻ അതിലെ സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. വീണ്ടും ജനനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവത്തിനാണ് നാം ജനിച്ചത്. ഇതാണ് പള്ളി പ്രമാണിയായ നിക്കോദീമോസ് യേശുവിന്റെ അടുക്കൽ വന്നു. നിക്കോദീമോസിനോട് യേശു ക്രിസ്തു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. നിക്കോദീമോസിന് യേശുവിനെ വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെയാണ് പുള്ളിക്കാരൻ ഇതുപോലെയാണ് രാത്രിയിൽ പതുങ്ങിയാ വന്നേ. കാരണം പേടിയാ കൂടെയുള്ളവരെ പുറത്താക്കുവരെ. അങ്ങനെ പതുക്കി വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ യേശുവെ, നീ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വന്നെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ചെയ്യണതൊക്കെ വേറെ ആർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോ യേശു പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പൊ ഓൾറെഡി പുള്ളിക്കാരൻ ജനിച്ചതാ, ഇവിടെ പള്ളിയിൽ പോണ ആളാ, പ്രസംഗിക്കുന്ന ആളാ. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ആകെ സംശയം. അദ്ദേഹം ഉടനെ സംശയം ചോദിക്കുക, അത് ഇങ്ങനെ ഇത്രയും പ്രായമായ ശേഷം ഇനി അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണോ, രണ്ടാമത് ജനിക്കണോ? യേശു പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ കയറി കാര്യമല്ല പറഞ്ഞ, സ്ത്രീകൾ ജനിക്കുന്ന ജനനമേ അല്ല ഇത് ദൈവത്തിൽ ജനിക്കുന്ന ജനനമാണ്. ഈ സ്ത്രീ ജനിച്ചപ്പോൾ നീ മനുഷ്യന്റെ മകനാ, എന്നാൽ നീ ദൈവത്തിൽ ജനിക്കുമ്പോൾ നീ മനുഷ്യന്റെ മകനല്ല, ദൈവത്തിന്റെ മകന്, ക്രിസ്തുവിന്റെ സഹോദരനാണ്, ബ്രദറാണ്. ഇത് ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് മുൻ നിയമനമാണ്. ഇതാണ് റോമ 8:29 ഇത് പൗലോസ് അപ്പോസ്തലന് പിടുത്തം കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു നിയമനം കേട്ട് നിങ്ങൾ ആരും തളരുകയും തകരുകയൊന്നും വേണ്ട. കാരണം ഇത് ദൈവം ഇന്നലെയും ഞാനും നിങ്ങളും ജനിച്ചപ്പോൾ ഉണ്ടാക്കിയതല്ല, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം മുൻ നിയമിച്ചതാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സഹോദരന്മാരായി തീരണമെന്ന്. അതാണ് റോമ 8:29 വായിക്കുക. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നിയമിച്ചിരിക്കുന്നു. മനസ്സിലായോ? ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, ഇതാ ഞാൻ സ്ക്രീനിൽ ഇവിടെ കിട്ടുതരാം. റോമ 8:29 പറയുകയാണ്, ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ ദൈവം നമ്മളെ നേരത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇതാ പറഞ്ഞ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ ധരിച്ചോളെ. പുതിയ മനുഷ്യന്റെ ആരെ പോലെയാ? ക്രിസ്തുവെ പോലെയാ. മനസ്സിലായോ? ക്രിസ്തുവെ പോലെയായിരിക്കണേ. ഹല്ലേലൂയ. ദൈവപുത്രനായ ക്രിസ്തുവെ പോലെയാകാൻ എന്നെ നിങ്ങളെ മുൻ നിയമിച്ചു. എന്റെ പ്രിയ സഹോദരനെ, ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിന്റെ പേരെന്താണെന്നറിയാമോ? സത്യവേദ പുസ്തകം. നുണവേദ പുസ്തകമല്ലല്ലോ, സത്യവേദ പുസ്തകമല്ലേ. അതിൽ പറഞ്ഞ് എന്തുകൊണ്ട് അനുസരിക്കാൻ പറ്റില്ല? ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്. ചെക്ക് യുവർസെൽഫ്. ദൈവം നമ്മളെ മുൻ നിയമിച്ചത് ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. ഇത് വായിച്ചു നോക്കിയിട്ടത് അങ്ങനെയല്ലെങ്കിൽ എന്നെ തിരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ്. ദൈവം നമ്മളെ മുൻ നിയമിച്ച വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ ആരാണ്? ക്രിസ്തു അനേക സഹോദരന്മാരിൽ. അപ്പൊ ക്രിസ്തുവിന് ആരുണ്ട്? ഒരു സഹോദരൻ, 2 സഹോദരൻ, അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ക്രിസ്തു മൂത്തവനാവും. ആദ്യജാതനാകേണ്ടതിന് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആര്? അപ്പൻ. ആർക്കും മാറ്റാൻ പറ്റും, ആർക്കും മാറ്റാൻ പറ്റും. കുറച്ചുനാൾ സഭയ്ക്ക് പിശാചിനത് മറയ്ക്കാം, മാറ്റാൻ പറ്റില്ല. മറയ്ക്കാം, മാറ്റാൻ പറ്റില്ല. സത്യം മറിഞ്ഞിരിക്കുന്നില്ല, അത് വെളിപ്പെട്ട് തന്നെ വരും. ഇത് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ടു, ഹെബ്രായ ലേഖനകർത്താവിന് വെളിപ്പെട്ടു. യേശു നേരിട്ട് കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞ് യേശു നേരിട്ട് മഗ്ദലക്കാരത്തി മറിയോട് പറയാ, മറിയേ, ഞാൻ ഒരിടത്ത് വരെ പോവാ. അതെവിടെയാ? എന്റെ അപ്പനെ കാണാൻ പോവാ. എന്റെ അപ്പൻ മാത്രമല്ല, നിങ്ങളുടെ അപ്പൻ. ഞാൻ കാണാൻ വരെ പോവാ. എന്റെ ദൈവത്തെ കാണാൻ പോവാ. എന്റെ ദൈവം മാത്രമല്ല, നിങ്ങളുടെ ദൈവവും. ആയവന്റെ അടുക്കൽ പോകുന്നു എന്ന് ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശു പറയാണ്, നീ പോയി
എന്റെ സഹോദരന്മാരോട് പറയണം. എന്റെ ബ്രദേഴ്സിനോട് നീ പോയി പറയണം. യോഹന്നാൻ 20:17 യേശു കാൽവരി ക്രൂശിൽ മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ മഗ്ദലക്കാരത്തി മറി എതിരെ വരിക. മഗ്ദലക്കാരത്തി മറിയോട് പറയാണ്, ഞാൻ ഒരിടം വരെ യാത്ര പോവാണ്. എവിടെയാണെന്നറിയാമോ? എന്റെ അപ്പനും നിങ്ങളുടെ അപ്പനും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയതിലേക്ക് പോവാണെന്ന് നീ പോയി എന്റെ ബ്രദേഴ്സിനോട് പോയി പറയണം. യേശു നമ്മളെ വിളിക്കുന്നത് സഹോദരന്മാരെന്നാണ്. ഒന്ന് ഉറപ്പിച്ച് വായിച്ചേ. 20:17 യോഹന്നാൻ 20:17. അതിനു ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നീ ആരുടെ അടുക്കൽ ചെല്ലണം? എന്റെ സഹോദരന്മാർ. നീ ആരുടെ അടുക്കൽ ചെല്ലണം? എന്റെ സഹോദരന്മാരുടെ അടുക്കൽ. പേടിയാ ബൈബിള് പറയുന്നത്, പറയാൻ പേടിയാണല്ലോ. നീ ആരുടെ അടുക്കൽ ചെല്ലണം? എന്റെ സഹോദരന്മാരുടെ പേടിയാ. ഒന്നൊരു ബൈബിള് പറയുന്ന ആവർത്തിക്കാൻ പേടിയുള്ളൊരു പെണ്ണണ്ട. ആ ഒന്ന് പറയും, യേശു പറയാണ്, നീ എന്റെ സഹോദരന്മാരുടെ. അപ്പൊ യേശുവിന് നമ്മളെ സഹോദരന്മാരെന്ന് പറയാൻ യാതൊരു ലജ്ജയും ഇല്ല. നമുക്ക് ആ ലജ്ജ. കാരണം സത്യം അറിയേണ്ടതിന് പകരം നാം വേറെയൊക്കെ അറിയാം. മനസ്സിലാവുന്നുണ്ടോ? യേശു പറയാണ്, നീ പോയി എന്റെ സഹോദരന്മാരോട് പറയണേ. എന്നാ പറയണ്ടേ? എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോ എന്ന് പോയി പറഞ്ഞു. എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ അപ്പനും നിങ്ങളുടെ അപ്പനും ആയ രണ്ടുപേരുടെ അടുക്കലേക്കല്ല, ആയവന്റെ അടുക്കലേക്ക് ഞാൻ കയറി പോകുന്നുവെന്ന് നീ പോയി എന്റെ സഹോദരന്മാരോട് പറയണം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരന്മാരാണെങ്കിൽ, മനസ്സിലായോ? ഒരു വീട്ടില് ഇപ്പൊ ഇവിടെ പോൾ മാത്രമേ മോനായിട്ടുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുക. ഇനി ഇപ്പൊ വേറെ മക്കളും കൂടി ഉണ്ടെങ്കിൽ, ആൺപിള്ളേരുടെ എണ്ണെന്നുണ്ടെങ്കിൽ, പോള് മാത്രമാണ് ദേവാസിന് ജനിച്ചതെങ്കിൽ ആ പോള് മാത്രമായിരിക്കും സകലത്തിന്റെ അവകാശം. എന്നാൽ പോളിന് അടുത്തതായി ഒരു സഹോദരൻ ജനിച്ചാൽ പോളിന്റെ 2 ഭാഗം നഷ്ടപ്പെടും. ഒന്ന്, ഏകജാതൻ എന്നുള്ള പേരും പോവും, പോളിന്റെ അവകാശവും ഡിവൈഡ് ചെയ്യേണ്ടി വരും. ശരിയാണോ അല്ലയോ? യേശുവിന്റെ കാര്യം നോക്കുക. നമ്മൾ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാ. വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്നാണെന്നറിയാമോ? നമ്മൾ തുടർന്ന് നേരത്തെ യേശു ക്രിസ്തു ഏകജാതന, ദൈവത്തിന് ഏകജാതന, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. യോഹന്നാൻ 3:16. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് റോമ 8:29 പറയുന്നു, യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി യേശുവിലൂടെ നമ്മൾ ജനിച്ചപ്പോൾ ദൈവവചനം പറയുന്നു, യേശു ക്രിസ്തു ആദ്യജാതനായി. ഹല്ലേലൂയ. ഏകജാത സ്ഥാനത്ത് നിന്ന് ആദ്യജാതനിലേക്ക് കയറി. റോമ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരെ. തന്റെ പുത്രനാ. ഏത് പുത്രൻ? ഏകജാതൻ. ഏകജാതനായ പുത്രൻ അനേക സഹോദരന്മാരിൽ സംഭവം മാറി. സഹോദരന്മാർ വന്നപ്പോ ഏകജാതനായ തന്റെ പുത്രൻ ആദ്യജാതനായി മാറി. ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകും. അവന്റെ സ്വരൂപത്തോട്, ഗോഡ് ക്ലാസ്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ അപ്പൻ നമ്മളെ മുൻ നിയമിച്ചു. ആർക്ക് തടയാൻ പറ്റും? സഹോദരങ്ങളെ, മറയ്ക്കാൻ പറ്റും, തടയാൻ പറ്റില്ല. എന്നായാലും സത്യം വെളിപ്പെട്ട് തന്നെ വരും. ഇത് ശ്രദ്ധിക്കുക. അങ്ങനെ ഏകജാതനായിരുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സകലത്തിലും അവകാശി ക്രിസ്തുവായി. ഇതാണ് ഹെബ്രായ ലേഖനം 1:1-2-3 പറയുന്നത്. ദൈവം സകലതും പണ്ട് പിതാക്കന്മാർ മുഖാന്തരം സംസാരിച്ചു. എന്നാൽ ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം സംസാരിച്ചിട്ട് പുത്രനെ സകലത്തിനും ഉടമസ്ഥനല്ല, അവകാശിയാക്കി വെച്ചു. അപ്പൻ ഉടമസ്ഥനാണ്, മകൻ അവകാശിയാണ്. ഹല്ലേലൂയ. ഭക്തതയോടെ മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിലൂടെ നമ്മൾ സഹോദരങ്ങളായി ജനിച്ചപ്പോ ക്രിസ്തുവിന്റെ ഈ അവകാശം ക്രിസ്തുവിന് പങ്കുവയ്ക്കേണ്ടി വന്നു. നമ്മൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറി. ഹല്ലേലൂയ. ബൈബിളിലെ സത്യം തിരിച്ചറിയുക, അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവാ. ഹെബ്രായ ലേഖനം 1-2 വാക്യങ്ങൾ വായിച്ചാണ്. ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചോ?
അവനെ ദൈവം സകലതും പുത്രൻ മുഖാന്തരം ഉളവാക്കി. ഹല്ലേലൂയ. പുത്രൻ മുഖാന്തരം ഉളവാക്കി. ദൈവം പുത്രൻ മുഖാന്തരം ഉളവാക്കി. ഇതൊരു മർമ്മമാണ്. ഇത് സ്വർഗീയ കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സ്വർഗത്തിലെ ദൈവം സകലം തന്റെ പുത്രൻ മുഖാന്തരം ഉളവാക്കിയിട്ട് പുത്രനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. എന്താക്കി വെച്ചു? അവകാശി. ഒന്ന് പറഞ്ഞു നോക്കി. അവകാശിന്ന്. ആ പുത്രൻ സകലത്തിലും ആരാ? അവകാശി. അപ്പൊ പുത്രൻ സകലത്തിലെ അവകാശിയ, ഓണറല്ല. ഹല്ലേലൂയ. ഓണർ സ്വർഗസ്ഥ പിതാവാ. അതിൽ പല വാക്യങ്ങൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. ഭൂമിയുടെയും ഭൂമണ്ഡലത്തിന്റെയും ഒക്കെ ഓണർ സ്വർഗസ്ഥ പിതാവാ. സകലത്തിനും പുത്രനെ അവകാശിയാക്കി വെച്ചു. അപ്പൊ പുത്രൻ ഏകജാതന, ഒരേ ഒരു മകനേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ഏകജാതനെ നമുക്ക് നൽകിയപ്പോ ആ ഏകജാതനിലൂടെ ദൈവം അനേക പുത്രന്മാരെ ഉണ്ടാക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ മർമ്മം. ഇതാണ് യേശു 53:10 പറയുന്നത്. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി യേശു ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തന്നിട്ട് ക്രിസ്തുവിലൂടെ അനേക സന്തതികളെ ദൈവത്തിന് കാണണം. അങ്ങനെ നാം ദൈവത്തിന്റെ മക്കളായി കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ കടന്നു വരികയാ, വീണ്ടും ജനനത്തിലൂടെ. അങ്ങനെ ക്രിസ്തുവിന്റെ അവകാശം പങ്കുവെക്കുകയാണ്. ഏകജാത സ്ഥാനം മാറി ഇതാ ആദ്യജാത സ്ഥാനത്തേക്ക് ക്രിസ്തു കയറി വരികയാണ്. അനേക സഹോദരന്മാരിൽ ലീഡറായി, നമ്മളുടെ നായകനായി, നമ്മുടെ കർത്താവായി നമ്മുടെ മുൻപിൽ കടന്നു പോവുകയാ. അപ്പോൾ നമുക്കും യേശുവിന് ഒരു പിതാവുണ്ട്. ആ പിതാവാണ് സ്വർഗസ്ഥ പിതാവ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. ഇതാണ് റോമ 8:17 വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയും. 8:17 പറയുകയാണ്, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ക്രിസ്തുവിന്റെ അവകാശികളെ അല്ല, ദൈവത്തിന്റെ അവകാശികളും അപ്പന്റെ അവകാശികളും. ക്രിസ്തുവോട് ചേർന്ന് കൂട്ട് അവകാശികൾ. സഹോദരന്മാർ കൂട്ടവകാശികളാണ്. ഹല്ലേലൂയ. എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കുക. ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇതാ പിശാചിന് ഭയങ്കര എതിർപ്പ്, പിന്നെ പിശാചിനോട് കൂടെ നിൽക്കുന്നവർക്കും. ഹല്ലേലൂയ. കാരണം ഇതൊന്നും സത്യം ആരും അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതാ ദൈവത്തിന്റെ സത്യവചനം ലോകത്തേക്ക് വിളിച്ചു പറയുമ്പോൾ എല്ലാവരോടും പറയുന്നു, ഈ ബൈബിൾ പ്രകാരമല്ല ഞാൻ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളുമായി കടന്നു എന്നെ തിരുത്താം. എന്നെ തിരുത്താം. കാരണം എനിക്ക് വേണ്ടത് ലോകത്തിന്റെ പ്രശംസയല്ല, എനിക്ക് വേണ്ടത് എന്റെ അപ്പനോടുകൂടെ ക്രിസ്തുവിലുള്ള ജീവിതമാണ്. അതുകൊണ്ട് വചനത്തിൽ കൂട്ടിയാർക്കുന്ന അനേകരെ പോലെയല്ല, പിൻപിലുള്ളതിനെ വിട്ട് മുൻപിൽ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. റോമ 8:17 വായിച്ചു. ആ മക്കളെങ്കിലും അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും തന്നെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകും, ദൈവത്തിന്റെ അവകാശികൾ. ശ്രദ്ധിക്കുക, അപ്പന്റെ അവകാശികൾ. ക്രിസ്തുവോട് ചേർന്ന്, നിങ്ങളുടെ ബൈബിൾ വിശ്വസിച്ചാൽ അതേ സ്ക്രീൻ കിടക്കുന്നു, ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും തന്നെ. ഹല്ലേലൂയ. ബൈബിൾ അങ്ങനെയല്ല എങ്കിൽ എന്നെ തിരുത്തണം. ഹല്ലേലൂയ. എന്നെ തിരുത്തണം. ഈ ഒരു സത്യം മനസ്സിലാക്കി പിൻപിലുള്ള നമ്മുടെ പ്രശ്നം എന്നറിയാമോ, നമുക്ക് പിൻപിലുള്ളതിന് വിടാൻ വയ്യ. കാരണം മുൻപിലുള്ളതിനെ നാം കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ വിടുവായിരുന്നു. പുതിയ സൃഷ്ടിയെ നാം കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ നാം വിടുവായിരുന്നു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഇനി പഴയ സൃഷ്ടിയുടെ മുകളിൽ അഗ്രചർമ്മമല്ല, പരിച്ഛേദനമല്ല, പുതിയ സൃഷ്ടിയാണ് കാര്യം. ഈ പുതിയ സൃഷ്ടിയെ ബൈബിളിന്റെ സിലബസിൽ കൊണ്ടുവരണം. ദേവദാസനെ അതിന്റെ സിലബസ് കൊണ്ടുവരണം. ത്യാഗം സഹിക്കേണ്ടി വരും. അവർ പുറത്താക്കും, അവർ സമ്മതിക്കത്തില്ല. ആരെ? പിശാചും അവരോട് കൂടെ നിൽക്കുന്നവർ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞു, അനേക കള്ളപ്രവാചകന്മാർ സഭയുടെ ഉള്ളിലുണ്ടായിരുന്നു. യേശു നേരിട്ട് പറഞ്ഞു, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ ഇടയിൽ കിടക്കും, അവർ നിങ്ങളെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അവരുടെ ഫോമം അച്ഛന്റെ ഫോമാണ്, പാസ്റ്ററുടെ ഫോമാണ്, വിശ്വാസിയുടെ ഫോമാണ്. പക്ഷെ അവർ അകത്ത് അങ്ങനെയല്ല, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ഇത് തിരിച്ചറിയണം. പുറത്ത് വെള്ളയും വെള്ളിട്ടുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ ഫലം നോക്കി, പ്രവൃത്തി നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ നാളിൽ തിരിച്ചറിയുക. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യ സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം പറയുമ്പോൾ അതിനെ എതിർക്കുന്നവനെ കണ്ട മനസ്സിലാക്കിയോ, ഇവൻ വെള്ളയിട്ടാല് ഇവൻ ആള് വേറെയാണ്, യേശുവിന്റെ പേരും പറഞ്ഞ് യേശുവിന്റെ സുവിശേഷത്തെ മറച്ചു കളയുക. ആ ഒരു തല ഉണ്ടാകരുത്. യേശുവിന്റെ പേരും പറഞ്ഞ് അപ്പനെ ഒഴിവാക്കുന്ന പരിപാടിയല്ല, പകരം യേശുവിലൂടെ അപ്പനുമായി ഒന്നാകുന്നതാണ് സുവിശേഷം. മനസ്സിലായി? ഒരു കുടുംബമായി മാറുന്നതാണ്
സുവിശേഷം. അപ്പൊ ഈ ഭാഗം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഈ ഒരു കാര്യം തിരിച്ചറിയണം. അവസാനം ക്രിസ്തുവിനോട് ചേർന്ന് നാം ഒരു കുടുംബമായി പുതിയ യെരൂശലേമിൽ പാർക്കുവാനായിട്ട് ഇടയാക്കും. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പുതിയ യെരൂശലേമിലെ ജീവനുള്ള കല്ലുകളാണ് നാം ആകുന്ന കല്ലുകൾ കൊണ്ടാണ് പുതിയ യെരൂശലേം പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. അതിന്റെ ഡീറ്റെയിൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ. അപ്പൊ ഇനി ഇവിടെ മനസ്സിലാക്കുന്നത് ഇതൊരു വൺ ബോഡി പ്രൊജക്റ്റാണ്. വൺ ബോഡി പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റ് നാം തിരിച്ചറിയണം. വൺ ബോഡി പ്രൊജക്റ്റ്. ആ ഒരു പ്രൊജക്റ്റ് നാം തിരിച്ചറിയുമ്പോൾ ദൈവരാജ്യത്തിന്റെ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ദൈവപുത്രനാണ് ദൈവരാജ്യം. ദൈവപുത്രനാണ് ദൈവരാജ്യം. ഇവിടെ ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്, ഓ ഫാദർ വി താങ്ക് യു, ദൈവരാജ്യത്തിലെ പ്രവർത്തനത്തിൽ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി മാറും. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതാ ഒരു ചിത്രം ഇവിടെ കാണാം. ആ ചിത്രം ഇതാ എലോഹീം ആൻഡ് എലോഹീം സൺ സ്ട്രക്ചർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എലോഹീം എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അത്യുന്നതനായ ദൈവത്തിന്റെ മക്കൾ. ഇവരുടെ സ്ട്രക്ചറാണ് പറയുന്നത്. ഇതൊരു വൺ ബോഡി സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതിലൂടെ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നിക്കും. സ്വർഗവും ഭൂമിയും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പുതിയ യെരൂശലേമിന്റെ പടം ഇവിടെ ഉണ്ട്. ഇവിടെ ഹെവൻ എഴുതിയിട്ടുണ്ട്, സ്വർഗം. താഴെ ഭൂമി നിങ്ങൾക്ക് കാണാം. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ക്രിസ്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ക്രിസ്തു. ക്രിസ്തുവിലെ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തു സ്വർഗവും ഭൂമിയും കൂടെ ഒന്നാക്കുന്ന ആളാണ്. ഇതാണ് ക്രിസ്തുവിന്റെ മർമ്മം. ഹല്ലേലൂയ. സ്വർഗവും ഭൂമിയും കൂടെ ഒന്നാക്കുന്നത്. എഫെസ്യർ 1:9-10 പറയുമ്പോൾ ക്രിസ്തുവിന്റെ മർമ്മം നമുക്ക് അവിടെ കാണാം. ഈ മർമ്മം സ്വർഗവും ഭൂമിയും കൂടെ ഒന്നാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ക്രിസ്തു ചെയ്യുന്നത്. വായിച്ചു. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മളോട് അറിയിച്ചു. ദൈവം തന്റെ ആഗ്രഹം എന്താണെന്ന് നമ്മോട് അറിയിച്ചു. അതെന്താണ്? അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പൊ ദൈവ മക്കളൊന്ന് കണ്ണു തുറക്കണം. ക്രിസ്തുവിൽ ദൈവ പിതാവ് വെച്ച വ്യവസ്ഥ എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി മാറണം. സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി മാറണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവവും മനുഷ്യരും കൂടെ ഒന്നായി മാറണം. സുവിശേഷം തുടക്കത്തിൽ തന്നെ കർത്താവ് കാണിച്ചു തന്നു. ഇതാ ഒരു ഭാഗത്ത് പീറ്റർ ദേവദാസൻ, മറുഭാഗത്ത് ആ ചുവന്ന ഷർട്ടൊക്കെ വെച്ച് രണ്ടുപേരെയും കൂടി ക്രിസ്തു ഒന്നായി. മനസ്സിലായോ? സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തുവിന്റെ ഡ്യൂട്ടി. ക്രിസ്തുവിന്റെ ഡ്യൂട്ടി സ്വർഗവും ഭൂമിയും കൂടെ ഒന്നാക്കണം, പിന്നെയും ഒന്നാക്കണം. ആദത്തിൽ ഇത് ഒന്നായിരുന്നു, പാപത്തിലൂടെ ഇത് രണ്ടായി പോയി, പിന്നെയും ഒന്നാക്കി മാറ്റും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിന്റെ ഡ്യൂട്ടി. അതാണ് മുകളിൽ സ്വർഗവും താഴെ ഭൂമിയും. ഇത് രണ്ടിന്റെ ഇടയിൽ ക്രിസ്തു നിൽക്കുകയാണ്, ഇതിനെ ഒന്നാക്കുകയാണ്. ഈ ചിത്രം നിങ്ങൾ മറന്നു പോകരുത്, മനസ്സിലാക്കണം. രണ്ടും കൂടി ഒന്നാക്കി എടുക്കുകയാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ നോക്കിയേ. ഈ ക്രിസ്തുവിന്റെ ഉള്ളിൽ അനേകം മുഖങ്ങളെ കണ്ടോ? ക്രിസ്തുവിന്റെ ഉള്ളിൽ അനേകം മുഖങ്ങൾ. ഈ മുഖങ്ങൾ ആരാന്നറിയാമോ? ക്രിസ്തുവിന്റെ അവയവങ്ങളായി ഞാനും നിങ്ങളുമാണ് ക്രിസ്തുവിന്റെ അവയവങ്ങൾ. ഹല്ലേലൂയ. ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും കൂടെ ഒന്നാക്കും. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇത് തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും ഈ ക്രിസ്തുവിലാണ് എന്നും പുതിയ സൃഷ്ടിയിലാണ് എന്നും ഉള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരും. ഇനി നാം ആദത്തിലല്ല, ആദത്തിൽ നിന്ന് വിട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരികയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അങ്ങനെ ക്രിസ്തുവിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വന്നാൽ ഇതാണ്. നിങ്ങൾ പലരും ചോദിക്കും, പാവം ചെയ്യാത്ത മനുഷ്യൻ ഏതാന്ന് ചോദിക്കുന്നില്ലേ?
ഈ മനുഷ്യന് പാപം ചെയ്യാൻ പറ്റില്ല. ക്രിസ്തുവിലുള്ള ഈ മനുഷ്യന്, പുതിയ സൃഷ്ടിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. പഴയവനാണ് പാപം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ പഴയവനെ ഉപേക്ഷിച്ച് പുതിയവനെ ധരിക്കാൻ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കും. ഇത് ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇവിടെ ഒരു മർമ്മം പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്നേ. ഇനി ഞാനും നിങ്ങൾ അതിൻ്റെ ഉള്ളിലായപ്പോ ഇതാ ഈ നിങ്ങൾക്ക് കാണാം, നമ്മളുടെ തല, ഇതാ നമ്മളെല്ലാം കൂടി ആയിരിക്കുന്ന ഈ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. സഭയുടെ തല ക്രിസ്തു. കണ്ടോ? ക്രിസ്തുവെ കണ്ടോ? സഭയുടെ തലയാണ് ക്രിസ്തു. ഇനി അടുത്തത്, ക്രിസ്തുവിന്റെ തലയാണ് ദൈവം, സ്വർഗസ്ഥ പിതാവ്. ഈ ഒരു മർമ്മം തിരിച്ചറിയണം. ഇതെല്ലാം കൂടെ ഒറ്റ ബോഡിയാണ്, ഒറ്റ ശരീരമായ പ്രവർത്തിക്കുന്നത്. ഈ ശരീരമാണ് ദൈവരാജ്യം. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ 1 Corinthians 11:3 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സഭ ഇതറിയണം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇതൊരു ഹെറാർക്കിയാണ്, ഒരു ഭരണശ്രേണിയാണ്. ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന സിമ്പിളാണ്. ഒന്നാമത് ദൈവരാജ്യം ദൈവത്തിന്റെ കുടുംബമാണ്. രണ്ടാമത് ദൈവരാജ്യം ദൈവത്തിന്റെ ഭരണമാണ്. കുടുംബ ഭരണമാണ് യഥാർത്ഥ ദൈവരാജ്യം. പെട്ടെന്ന് മനസ്സിലാക്കാൻ, പണ്ട് നെഹ്റു ഫാമിലി, നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഭരിക്കുന്ന കുടുംബം. ഇതിനേക്കാളെല്ലാം അപ്പുറമായി ഭരിക്കുന്ന, പ്രപഞ്ചത്തെ വാഴുന്ന കുടുംബമാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്നത് ദൈവത്തിന്റെ ഭരണം സൃഷ്ടി വസ്തുക്കളിൽ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിൽ ഉള്ളവരിലൂടെയും. ഇതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഇപ്പൊ നിങ്ങൾക്ക് പിടുത്തം കിട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യം ദൈവത്തിന്റെ ഭരിക്കുന്ന കുടുംബമാണ്. ദൈവം സൃഷ്ടി വസ്തുക്കളിൽ ഭരണം നടത്തുകയാണ്. ആരിലൂടെ? ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിൽ ഉള്ളവരിലൂടെയും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേട്ടെ, ഈ വചനങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഇതാ 1 Corinthians 11, കൊളോസ്യർ 2:9 വായിച്ച്. കൊളോസ്യർ 2:9, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു എന്നാണ്. അവനിലല്ലയോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും. ഏത് രൂപത്തിൽ? ഏത് രൂപത്തിൽ? ശരീരരൂപത്തിൽ വസിക്കുന്നു. ബോഡിലി ഫോം എന്ന ഇംഗ്ലീഷില് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ബോഡി ഫോമിൽ ക്രിസ്തുവിൽ വസിക്കുന്നു. വചനം സത്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ബോഡിയാണ്, ശരീരമാണ് ക്രിസ്തു. ഹല്ലേലൂയ. ശരീരമാണ് ക്രിസ്തുവിന്റെ പ്രവർത്തന രീതിയാണ് പറയുന്നത്. ദൈവത്തിന്റെ ശരീരമാണ് ക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ ശരീരമാണ് ക്രിസ്തുവെങ്കിൽ ദൈവം ക്രിസ്തുവിന്റെ ആരായിരിക്കും? ദൈവത്തിന്റെ ശരീരമാണ് ക്രിസ്തുവെങ്കിൽ ദൈവം ക്രിസ്തുവിന്റെ ആരായിരിക്കും? തല. മനസ്സിലായോ? ഇതാണ് ബൈബിൾ മറ്റൊരു ഭാഗത്ത് 1 Corinthians 11:3 പറയുന്നത്, ക്രിസ്തുവിന്റെ തല ദൈവം. മനസ്സിലായോ? ക്രിസ്തുവിന്റെ തല ദൈവം, ദൈവത്തിന്റെ ശരീരം ക്രിസ്തു. തല കാരണഭൂതൻ, ശരീരം മുഖാന്തരം. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. വായിച്ച 1 Corinthians 11:3. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറിയണം. സഭ ഇത് അറിയണം. സഭ ഇത് അറിയണം. ഇത് തിരിച്ചറിയണം. ഏതൊരു സ്ത്രീയുടെയും തല പുരുഷൻ, അത് വീട്ടിൽ, കുടുംബത്തിൽ. എന്നാൽ സ്വർഗീയ കുടുംബത്തിലേക്ക് വരുമ്പോ മനസ്സിലാക്കുക, സ്ത്രീയും പുരുഷനും കൂടിയ സഭയുടെ തല ക്രിസ്തു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. പക്ഷെ ഇത് സഭയ്ക്ക് അറിയത്തില്ല. അറിയണം എന്ന് പറഞ്ഞ കാര്യം സഭയ്ക്ക് അറിയില്ല. അറിയിക്കാനായാലും വന്നാൽ ഉടനെ ദുരുപദേശം ഒന്നും പറഞ്ഞ്
മാറ്റിക്കളയാ. അതിന് ഭേദം ആ ബൈബിളിലെ പേജ് അങ്ങ് കീറി മാറ്റുകയായിരുന്നു. ബൈബിളും മാറത്തില്ല, അതിന്റെ കാര്യങ്ങളും മാറത്തില്ല. ഹല്ലേലൂയ. വചനത്തോടൊന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്, നമ്മളെ കള്ളനായി പിടിക്കാൻ ഇടവരരുത്. ഇത് മനസ്സിലാക്കുക. ദൈവത്തിന്റെ ശരീര ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇനി ഫസ്റ്റ് 6:15 പറയാണ് നമ്മൾ എവിടെയാണ്? യോഹന്നാൻ പറയുന്നു ആ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ആ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ. ഫസ്റ്റ് 6:15 വായിച്ചു. 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എല്ലാം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് അറിയുന്നില്ലേ? ഇത് അറിയുന്നില്ലേ? ക്രിസ്തുവിന്റെ തല ദൈവമാണെന്ന് അറിയുന്നില്ലേ? ഹലോ, ദൈവത്തിന്റെ ശരീരം ക്രിസ്തു ആണെന്ന് അറിയുന്നില്ലേ? ഹലോ, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് അറിയുന്നില്ലേ? അതുകൊണ്ടാണ് ഇതാ ഞാനും നിങ്ങളും. എന്റെ മുഖം കണ്ടോ? ഇതിനുള്ള എന്റെ മുഖം, ഈ ഇരിക്കുന്ന എന്റെ മുഖമാണ്. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ. ഇത് എല്ലാം കൂടി ഒരൊറ്റ ബോഡിയാണ്. സ്വർഗീയ പിതാവ് തല, ക്രിസ്തു ശരീരം, ഞാൻ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ. ഈ കാണുന്നതാണ് പീറ്റർ രാജ്യം. പീറ്ററിന്റെ തല, അതാണ് കാരണഭൂതൻ. പീറ്ററിന്റെ ശരീരം, ഈ ശരീരം മുഖാന്തരമാണ് പീറ്റർ നടക്കുന്നത്, പീറ്റർ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രൻ മുഖാന്തരമാണ് സകലതും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണഭൂതനും മുഖാന്തരവും. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനിടയാകുകയില്ല. എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഇതാണ് ബൈബിള് പറയുന്നത്. ഇങ്ങനെ സ്വർഗീയ കുടുംബത്തിൽ ഒരു കാരണഭൂതനും ഒരു മുഖാന്തരവും ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും ഈ അറിവ് ഇല്ല. ഇതാണ് ഫസ്റ്റ് കൊരിന്ത്യർ 8:7 പറയുന്നത്. എന്നാൽ എല്ലാവർക്കും ഈ അറിവ് ഇല്ല. എന്താണ് ആ അറിവ്? വായിച്ച്. പിതാവായ ഏക ദൈവമേ നമുക്ക് 8:7 വായിച്ച്. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എല്ലാവരിലും ഇല്ലാത്ത ഈ അറിവ്. അതുകൊണ്ട് ഈ വചനം പറയുമ്പോൾ ആളല്ലേ ഇടറിപ്പോണേ. ഈ അറിവില്ലാത്തതുകൊണ്ട് ഇടറിപ്പോയി. ഈ അറിവ് ആദ്യമേ ഒന്ന് ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇടറത്തില്ല. ഹല്ലേലൂയ. എല്ലാവരിലും ഈ അറിവില്ല. എന്താണ് ഇല്ലാത്ത അറിവ്? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. താഴേക്ക്. അവൻ സകലത്തിനും കാരണഭൂതനും. അവൻ സകലത്തിനും കാരണഭൂതൻ. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 ഫേസ്, അതെല്ലാം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 2 ഫേസ് പഠിച്ചാൽ മതി. കാരണഭൂതൻ. കാരണഭൂതൻ എന്ന് പറയുന്നത് സോഴ്സാണ്. കാരണഭൂതൻ. അവൻ സകലത്തിലും കാരണഭൂതന്, നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. കുടുംബത്തിൽ ഒരു കാരണഭൂതനുണ്ട്. കുടുംബത്തിൽ, ഈ ഭൂമിയിലെ കുടുംബത്തിലെ കാരണഭൂതനാണ് പിതാവ്. കുടുംബത്തിൽ ഒരു മുഖാന്തരമുണ്ട്, അതാണ് മാതാവ്. പിതാവ് മാതാവ് മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. സ്വർഗീയ കുടുംബത്തിൽ ഒരു കാരണഭൂതനുണ്ട്, അതാണ് പിതാവ്. സ്വർഗീയ കുടുംബത്തിൽ ഒരു മുഖാന്തരമുണ്ട്, അതാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവ് കർത്താവായ യേശു മുഖാന്തരം സകലം സൃഷ്ടിക്കുന്നു. യേശു മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ അറിവ് എല്ലാവർക്കും ഇല്ല. താഴേക്ക് വായിച്ചോ. ഇതാ പിതാവ് കാരണഭൂതനാ. യേശുവിനെ കുറിച്ച് പറയാണ് താഴെ. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും. യേശു കാരണഭൂതനല്ല, യേശു മുഖാന്തരമാണ്. മനസ്സിലായോ? യേശു മുഖാന്തരമാണ്. അതിന്റെ താഴെ പറയാണ്, അങ്ങനെ യേശു മുഖാന്തര സകലതും നാമും യേശു മുഖാന്തരമാകുന്നു. എന്നിട്ട് പറയാണ് ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഭൂമിയിലെ കുടുംബത്തിൽ പിതാവ് എന്നൊരു കാരണഭൂതനും മാതാവ് എന്നൊരു മുഖാന്തരം ഉള്ളതുപോലെ സ്വർഗീയ കുടുംബത്തിലും സ്വർഗസ്ഥ പിതാവ് എന്നൊരു കാരണഭൂതനും മുഖാന്തരം എന്ന ക്രിസ്തുവും ഉണ്ട്. കാരണം സ്വർഗീയ കുടുംബത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല. മനസ്സിലായോ? ധൂർത്തപുത്രന്റെ കഥയിലെ ഒരു കുറവ് എന്താണ്? തല നരച്ചതുകൊണ്ടാ ഞാൻ ചോദിച്ചേ, എന്താ കുറവ്? അറിയില്ല. ധൂർത്തപുത്രന്റെ കഥയിൽ അമ്മയില്ല. മനസ്സിലായോ? അമ്മയില്ല. സ്വർഗീയ കുടുംബത്തിൽ ലേഡി കഥാപാത്രങ്ങൾ ഇല്ല. അവിടുത്തെ നമ്മളുടെ അമ്മയ്ക്ക് സ്ഥാനമായി നിൽക്കുന്നതാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സ്വർഗീയ കുടുംബത്തിൽ ദൈവം മക്കളെ ജനിപ്പിക്കുന്നത് പുത്രന്മാരിലൂടെയാണ്. ആത്മകുടുംബത്തിൽ മക്കളെ ജനിപ്പിക്കുന്നത് പുത്രന്മാരിലൂടെയാണ്. ഭൂമിയിലെ കുടുംബത്തിൽ മക്കളെ ജനിപ്പിക്കുന്നത് സ്ത്രീയിലൂടെ
ആണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, യഹൂദനെന്നോ യവനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല, നാം എല്ലാം ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. മകളല്ല, ദൈവത്തിന്റെ മകൻ. ഈ ഫേസിൽ ദൈവത്തിന്റെ മകനുണ്ട്, മകളുണ്ട്. പക്ഷെ ഇവിടുന്ന് ഒരു സ്ത്രീ ജയിച്ചാലും പുരുഷൻ ജയിച്ചാലും എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പൊ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. അപ്പൊ ഞാൻ ഇത് ഇവിടെ കൺക്ലൂഡ് ചെയ്തിട്ട് ധാരാളം പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിത് ഈ സ്ട്രക്ചർ പഠിക്കേണ്ടതായിട്ടുണ്ട്. കൺക്ലൂഡ് ചെയ്യാം. ഒരു വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. ഇവിടെ ഞാനും നിങ്ങളും എന്റെ പ്രിയ സഹോദരങ്ങളെ ജയം പ്രാപിച്ച് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ, പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രന്മാരായി ജീവിക്കണമെങ്കിൽ, ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് ഒരു പൈപ്പാ. ഈ പൈപ്പ് നമ്മളായിട്ട് നോക്കുക. ഈ പൈപ്പ് നമ്മളായിട്ട് വരുമ്പോൾ ദൈവപുത്രൻ എന്ന് പറയുന്നത് ഇമ്മാനുവേലാണ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ടെക്നോളജിയാണ്. ആ സ്പിരിച്വൽ ടെക്നോളജിയിലൂടെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഇറങ്ങും. അതാണ് ഇമ്മാനുവേൽ. ഇതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൂതൻ ജോസഫിനോട് പറയുന്നത്. അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. മത്തായി 1-ാം അതിന്റെ 22 താഴേക്ക് വയ്ക്കുമ്പോൾ കാണാം. അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. എന്നിട്ട് പറയാണ് അതിന്റെ അർത്ഥം ദൈവം മനുഷ്യരോട് കൂടെ. ഹല്ലേലൂയ. ഇതാണ് ഇമ്മാനുവേൽ. ഒരു ദൈവപുത്രനിൽ സംഭവിക്കുന്ന രീതിയാണത് ഇമ്മാനുവേൽ. എന്നാൽ അങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മളിലൂടെ പോകുന്നതെങ്കിൽ നമുക്ക് പാപം ചെയ്യുവാൻ കഴിയുകയേ ഇല്ല. വായിച്ചാട്ടെ. 1 പത്രോസ് മത്തായി 1-ന്റെ 22 മുതൽ താഴേക്ക്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോ അങ്ങനെ പ്രസവിക്കുന്ന കുട്ടിയുണ്ടല്ലോ, കന്യക ഗർഭിണിയെ പ്രസവിക്കുന്ന കുട്ടി സാധാരണ മനുഷ്യരെ പോലെയുള്ള കുട്ടിയല്ല. അവന്റെ ഉള്ളിലെ ടെക്നോളജി എന്ന് പറയുന്നത് ദൈവത്തെ മനുഷ്യരോട് കൂടെ ആക്കാൻ കഴിയുന്ന ടെക്നോളജിയാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യരോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കും. ഈ ഭൂമിയിലെ നമ്മൾ എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടക്ട് ചെയ്യാത്തവരാണ്. ദൈവത്തെ കണ്ടക്ട് ചെയ്യത്തില്ല. ഇതാ ഒരു ഉണക്കമരം. ഇതുണ്ടോ? ഒരു ഉണക്കമരം. ഈ മരം പോലെയാണ് നമ്മൾ. ഈ മരം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കെട്ടങ്ങ് പോകും. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ഉണക്ക മരം പോലെയാണ് ആദത്തിന്റെ മക്കളായ എല്ലാവരും. ഇവരിലൂടെ ദൈവം ഭൂമിയിൽ ഇറങ്ങത്തില്ല. എന്നാൽ ദൈവത്തിന്റെ മകനായ ക്രിസ്തു അങ്ങനെയല്ല. ദൈവത്തെ നന്നായി കണ്ടക്ട് ചെയ്യുന്ന, സ്വർഗത്തിലെ ദൈവത്തെ ഭൂമിയിൽ ഇറക്കുന്നതാണ് ക്രിസ്തു. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തിലെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ ഇറങ്ങുന്ന ആ ടെക്നോളജിയുടെ പേരാണ് ഇമ്മാനുവേൽ. ദൈവം മനുഷ്യനോട് കൂടെ. ഈ ടെക്നോളജി എല്ലാ ദൈവപുത്രന്മാരിലും പ്രവർത്തിക്കും. പക്ഷെ ദൈവപുത്രന്മാരായി നമ്മൾ വെളിപ്പെട്ടാലേ ഇത് വെളിപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ വെളിപ്പെടുകയില്ല. മറ്റേ രീതിയിൽ പറഞ്ഞാൽ ഇത് വെളിപ്പെട്ടാലാണ് ദൈവപുത്രന്മാർ വെളിപ്പെടുകയുള്ളൂ. ഇതാ സിമ്പിൾ. ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു മനുഷ്യനാണ്. ഈ മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്. മനുഷ്യന് ഒരു ഭാഗം സ്പിരിറ്റാണ്, ഒരു ഭാഗം സ്പിരിറ്റാണ്, മറുഭാഗം ബോഡിയാണ്, നടുഭാഗം അവന്റെ പ്രാണനാണ്, ദേഹിയാണ്. ഇത് ശ്രദ്ധിക്കുക. ഈ മനുഷ്യനിലൂടെ ദൈവം ഭൂമിയിൽ ഇറങ്ങിയാൽ അവൻ ദൈവപുത്രനാണ്. പക്ഷെ നമ്മിലൂടെ ഇറങ്ങത്തില്ല. നിങ്ങൾ കാണുക, ഈ ഒരു പേന കണ്ടോ? ഈ പേനയെ ദൈവമായിട്ട് കൂട്ടുക. ഹല്ലേലൂയ. ഈ പേനയെ ദൈവമായിട്ട് കൂട്ടുക. ഇതോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ പേനയെ ദൈവമായിട്ട് കൂട്ടുക. ഇതിലൂടെ ദൈവം ഇറങ്ങാൻ പറ്റത്തില്ല. പൈപ്പിലൂടെ തടയപ്പെടുന്നുണ്ടോ? തടയപ്പെടുകയാണ്. കാരണം ദൈവം ഇറങ്ങുന്നത് നമ്മുടെ ആത്മാവിനെ. ഇത് ആത്മാവാണ്, ഇത് ബോഡിയാണ്, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ദേഹിയാണ്. നമ്മുടെ ആത്മാവിൽ ദൈവം ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം പാപനിമിത്തം അത് മരിച്ചു കിടക്കുകയാണ്. എന്നാൽ യേശുവിനെ നാം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഇതാ നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഉള്ള ആ മരണം ഒഴിവാകുകയും ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ കഴിയുകയും ചെയ്യും. മനസ്സിലായോ? ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ കഴിയുകയും ചെയ്യും. ദൈവത്തിന് വസിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ, നമ്മളിലൂടെ ഇമ്മാനുവേൽ ആകാൻ കഴിയുന്നില്ല. പിടുത്തം കിട്ടിയോ? ഇതാണ് ഇന്ന് വീട്ടിൽ ജനിച്ചവരുടെ അവസ്ഥ. ദൈവത്തിന് അവരുടെ ആത്മാവിൽ വസിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ ഇമ്മാനുവേൽ ആകാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ദേഹി മൊത്തം തടസ്സമാണ്. അവരുടെ ഉള്ളിൽ എല്ലാ ജഡചിന്തകളും ലോകസ്നേഹവും എല്ലാം നിറഞ്ഞിരിക്കുക. എന്നാൽ യേശു ക്രിസ്തു നമ്മളെ വിശദീകരിക്കുന്ന
ആ വിശദീകരിക്കുന്ന യേശുവിന്റെ വിശദീകരണത്തിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഇതിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലുള്ള ആ ജഡചിന്തകള്, കാര്യങ്ങള് വിശദീകരിക്കുന്ന കഥ താഴ്ന്നണ്ട വിശദീകരിക്കുന്ന യേശു നമുക്ക് ദൈവത്തിന് നമ്മിലൂടെ ഒരു വഴി തുറക്കുകയാണ്. ഇതാണ് യേശയ്യാ പ്രവാചകൻ പറഞ്ഞത്. ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ. എവിടെ? മനുഷ്യന്റെ ഉള്ളിലൂടെ. മനുഷ്യന്റെ ഉള്ളിലൂടെ യഹോവ വരുന്നത് പ്രധാനമന്ത്രി വരുന്നത് പോലെ പ്ലെയിനിലല്ല, കാറിലല്ല, ബസ്സിലല്ല. യഹോവ ആത്മാവായതുകൊണ്ട്, പ്രധാനമന്ത്രി ജഡമായതുകൊണ്ട് ജഡത്തിലൂടെ വരും, കാറിലൂടെ വരും, പ്ലെയിനിലൂടെ വരും. എന്നാൽ ദൈവം ആത്മാവായതുകൊണ്ട് നമ്മുടെ ആത്മാവിലൂടെ ഇറങ്ങി വരും. അങ്ങനെ ആത്മാവിലൂടെ ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയാ മനുഷ്യരോട്, യഹോവയ്ക്ക് വഴി വെട്ടുവേ, യഹോവയ്ക്ക് വഴി തുറക്കുവേ. അങ്ങനെ യേശു ക്രിസ്തു മുമ്പേ കടന്നു പോയിട്ട് യഹോവയ്ക്ക് വഴിയൊരുക്കുകയാണ് വിശുദ്ധീകരണത്തിലൂടെ. അങ്ങനെ ഇത് കണ്ടോ, ഈ ദൈവം ഇറങ്ങണ കണ്ടോ? യേശുവിന്റെ വിശുദ്ധീകരണത്തിലൂടെ ഇതാ നമ്മുടെ ഉള്ളിലൂടെ വഴി തുറന്ന് ഇതാ യഹോവ ഇറങ്ങുമ്പോ ഇത് കണ്ടോ, ഇവിടുന്ന് സംഭവം ഇറങ്ങുന്നുണ്ടോ? പഴയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ്. പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കുന്നവരോ പോയി. അത്രത്തോളം ദൈവം നമ്മുടെ ഉള്ളിൽ ഇറങ്ങി. വീണ്ടും പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കുന്നവരോ, നമ്മുടെ ഉള്ളിൽ അഴുക്ക്, ലോകസ്നേഹം ഉപേക്ഷിക്കുന്നവരോ ഇതാ യഹോവയ്ക്ക് വഴി തുറക്കപ്പെടുകയാണ് നമ്മുടെ ഉള്ളിലൂടെ. നമ്മൾ ഇമ്മാനുവൽ ആകുവാൻ, ദൈവം മനുഷ്യരോടുകൂടെ നമ്മിലൂടെ ആകുവാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധി ഇതാ ഓരോ ദിവസം വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ അവരെ വിശുദ്ധീകരിക്കുന്ന ആരാണ്? മറ്റാരുമല്ല, ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. അങ്ങനെ ഓരോ നിമിഷവും പ്രിയ സഹോദരങ്ങളെ, അവരുടെ ഉള്ളിൽ നിന്ന് ആ പഴയ മനുഷ്യൻ ഇതാ അവരുടെ ഉള്ളിൽ നിന്ന് ഇതാ യേശു ക്രിസ്തുവിന്റെ ആ പ്രവർത്തിയ ഇതാ പഴയ മനുഷ്യൻ ഇതേ ആ പ്രവർത്തികൾ ഇറങ്ങി കടന്നു വരുമോ? ഇതാ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ കണ്ടോ? യേശുവിന്റെ ശരീരത്തിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ നോക്കിയേ, സ്വർഗത്തിലെ ദൈവം ഇവിടെ ഭൂമി, ഇവിടെ സ്വർഗം. യേശുവിലൂടെ ഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ, ഇമ്മാനുവലായതുപോലെ നമ്മളിലൂടെയും സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ഇമ്മാനുവലായി തീരും. അങ്ങനെ ഇതാ സ്വർഗം ഭൂമിയിലാകും, ദൈവവും മനുഷ്യരും കൂടെ നമ്മിലൂടെ ഒന്നായി മാറും. യേശുവിലുള്ള നമ്മിലൂടെ. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് ആത്മീയ കാര്യമാണ്. ഇത് ഉപമയിലൂടെ നിങ്ങളെ അറിയിച്ചതേ ഉള്ളൂ. എന്നാൽ ദൈവസ്ഥത്തിൽ മുട്ടുമടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇമ്മാനുവൽ സെക്ഷൻ, ദൈവം മനുഷ്യരോട് കൂടെ നമ്മളെ ആരെപ്പോലെ ആകാനാ മുന്നേ വെച്ചേക്കണേ? യേശുവിന്റെ പ്രത്യേകത എന്താ? ഇമ്മാനുവൽ. അപ്പൊ നമ്മൾ യേശുവിനെ പോലെ നമ്മൾ ആരായി മാറും? ഇമ്മാനുവൽ, ദൈവത്തെ ഭൂമിയിൽ ഇറക്കുന്നവരായി മാറും. ഹല്ലേലൂയ! ദൈവത്തെ ഭൂമിയിൽ ഇറക്കുന്നവരായി മാറും. അങ്ങനെ എങ്ങനെ? വിശുദ്ധ പൗലോസ് പുസ്തകം പറയുന്നു, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയില, അല്ലെ? പൗലോസ് പറയുന്നു, ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പൗലോസ് അവിടെ ജീവിക്കുന്നു, ഭൂമിയിൽ ജീവിക്കുന്നു. ക്രിസ്തു അവിടെ ജീവിക്കുന്നു, പൗലോസിന്റെ ഉള്ളിൽ ജീവിക്കുന്നു. യേശു പറയുന്നു, ഞാനല്ല, പിതാവ് എന്നിൽ ജീവിക്കുന്നു. യോഹന്നാൻ 14:10 യേശു പറയുന്നു, പിതാവ് എന്നിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ പിതാവ് വസിക്കുന്ന ക്രിസ്തു അവിടെ വസിക്കുന്നു, പൗലോസിന്റെ ഉള്ളിൽ വസിക്കുന്നു. പൗലോസ് അവിടെ ജീവിക്കുന്നു, ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പൊ പൗലോസ് ശ്രദ്ധിച്ച് കേൾക്കണേ, പൗലോസിന്റെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു, ക്രിസ്തുവിന്റെ ഉള്ളിൽ പിതാവ് ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന പൗലോസിലൂടെ ആര് വെളിപ്പെടും? പിതാവ് വെളിപ്പെടും. ഇതിന്റെ പേരാണ് ഇമ്മാനുവൽ. മനസ്സിലായില്ല. പൗലോസ് ഭൂമി ജീവിക്കുന്നു. ഗലാത്യർ 2:20 പൗലോസ് പറയാണ്, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇത്ര മനസ്സിലായോ? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. മനസ്സിലായോ? ഒന്ന് വായിച്ചെടുത്തേക്ക് ഒരാളും കൂടി ഒന്ന് ബൈബിൾ ഒന്ന് സപ്രൈം പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഒരാളെ യോഹന്നാൻ 14:10 കൊടുത്തു. 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇപ്പൊ ഇനി ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. എവിടെയാണ്? ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാനല്ല ജീവിക്കുന്ന, ആരാണ് എന്നെ ജീവിക്കുന്നേ? ക്രിസ്തുവാ ജീവിക്കണേ. ഞാൻ ജഡത്തെ പ്രവർത്തിക്കുമ്പോ എന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നത്, എന്റെ ജഡത്തെ ഉപയോഗിക്കുന്ന ക്രിസ്തുവാണെന്നേ. മനസ്സിലായോ? ക്രിസ്തു പറയാണ്, ക്രിസ്തു അല്ല, പിതാവാണ് ക്രിസ്തുവിൽ ജീവിക്കണേ.
അങ്ങനെ പിതാവാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇമ്മാനുവേൽ. ഹലോ, യേശു പറയുന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ദൈവം മനുഷ്യനോട് കൂടെ. ഇമ്മാനുവേൽ. ഇതാണ് യോഹന്നാൻ 14:10. ഇമ്മാനുവേൽ പ്രവർത്തനം. ദൈവം ഭൂമിയിൽ വെളിപ്പെടുത്തി. ഇതുകൊണ്ട് യേശു ചോദിച്ച് ശിഷ്യന്മാരോട്, നിങ്ങൾ ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എന്നെ കണ്ടില്ലേ? ഇമ്മാനുവേൽ, ദൈവം മനുഷ്യനോട് കൂടെ. വായിക്കേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ പിതാവിനും പിതാവ് എന്നിലും. ഇതാണ് ഹെവൻലി ഹൗസിംഗ് പ്രോജക്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ട് സംസാരിക്കുന്നത് അല്ല. ഞാൻ സ്വയമായി സംസാരിക്കുന്നതല്ല, ഞാനല്ല സംസാരിക്കണേ. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്വർഗത്തിലെ അപ്പനാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ഇമ്മാനുവേൽ, ദൈവം മനുഷ്യനോട് കൂടെ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ക്രിസ്തു പൗലോസിനുള്ളിൽ കയറി വസിക്കുകയാണ്. മനസ്സിലായോ? ദൈവം വെളിപ്പെടുന്ന ക്രിസ്തു പൗലോസിൽ വസിക്കുമ്പോൾ പൗലോസ് പറയാ, ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ക്രിസ്തു പറയുന്നു, ഞാനല്ല, പിതാവാ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ ദൈവത്തിനായി വെളിപ്പെട്ടാൽ നിന്നിലൂടെ, ക്രിസ്തുവിനുള്ള നിന്നിലൂടെ ആരാ ജീവിക്കുന്നത്? സ്വർഗത്തിലെ അപ്പനാ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇതിന്റെ പേരാ ഇമ്മാനുവേൽ. ഇങ്ങനെ നീ ജീവിച്ചാൽ നിനക്ക് പാപം ചെയ്യാൻ കഴിയത്തേയില്ല. പിടുത്തം കിട്ടിയ ഇറ്റ്സ് എ ഹെവൻലി ഹൗസിംഗ് പ്രോജക്ട്. എന്റെ കുഞ്ഞുങ്ങളെ, വീണ്ടും വീണ്ടും കേൾക്കുക. ഇത് ഇപ്പോ ഫേസ്ബുക്കിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഫേസ്ബുക്കിലല്ലേ? ആ ഫേസ്ബുക്കിലോട്ട് ചിന്തിക്കുന്നു. വീണ്ടും വീണ്ടും ഷാജി ജോസഫിന്റെ ഫേസ്ബുക്ക് സൈറ്റിൽ പോ, നിങ്ങൾക്ക് അവിടെ സംഭവം കിട്ടും. വീണ്ടും വീണ്ടും കേൾക്കുക. ഹല്ലേലൂയ. സമയത്തിന്റെ കുറവ് നമ്മൾ നിർത്തുക. ഇതൊക്കെ ധാരാളമായി ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഉണ്ടാക്കി പഠിക്കേണ്ടത് വലിയ ആവശ്യമാണ്. എന്നാൽ ഇതിന് സമ്മതിക്കാതെ പിശാച് നമ്മുടെ മനസ്സുകളെ കുരുടാക്കി വിടുകയാണ്. സിമ്പിളാ. ദൈവം നമ്മളിലൂടെ വെളിപ്പെടുകയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് ക്രിസ്തുവിലാണ് സംഭവിക്കുന്നത്. ആദത്തിൽ നമ്മൾ ഇതുപോലെ ഒരു മരക്കട്ടയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നാം ഈ ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്താണ്ടോ. ദൈവം വരുന്ന വരവുണ്ടോ? കണ്ടോ? ഇമ്മാനുവേല. സ്വർഗത്തിലെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ജഡത്താലും അല്ല, സ്വയത്താലും അല്ല. അതുകൊണ്ട് പിൻപിലുള്ളതിനെ മറന്നു മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തേശു ദൈവത്തിന്റെ പരവട വിരുദ്ധനായി ലാക്കിലേക്ക് വേണം. കൂടുതൽ അറിയണമെങ്കിൽ റിട്രീറ്റിന് കടന്നു വരിക. മാർച്ച് മാസം 3-ാം തീയതി 6+1 7 days നിലനിൽക്കുന്ന റിട്രീറ്റ്, ദൈവരാജ്യ വചനത്തെ കുറിച്ചുള്ള റിട്രീറ്റ് എറണാകുളം പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഞങ്ങളേവരെ ഹാത്തവുമായിട്ട് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ ക്ഷണിക്കുകയാണ്. ഇതൊന്ന് മനസ്സിലാക്കാൻ. ബൈബിളിന്റെ സിലബസിലില്ല ദൈവരാജ്യം യേശു പ്രസംഗിച്ച സുവിശേഷം. ആ ദൈവരാജ്യത്തിലെ പൂർണ്ണമായ പുതിയ സൃഷ്ടി ബൈബിളിന്റെ സിലബസിലില്ല. പുതിയ സൃഷ്ടി നയിക്കപ്പെടുന്ന ആത്മാവിന്റെ നിയമം ബൈബിളിന്റെ സിലബസിലില്ല. എന്നാൽ ഇതെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കി കടന്നുപോയിട്ട് ഈ ലോകത്തിന്റെ പ്രകാശമായി തീരാം, ഭൂമിയുടെ ഉപ്പായി തീരാം. അതിന് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. ഈ ഹെവൻലി ഹൗസിംഗ് പ്രൊജക്ടിന്റെ ഒരു ഗ്ലിംസ് മാത്രം, ഒരു അഡ്വർടൈസ്മെന്റ് പോലെ എന്ന് പറഞ്ഞ ഗ്ലിംസ് മാത്രം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. ഈ ശരീരം ഇപ്പൊ തീരും. ഇത് മണ്ണുകൊണ്ടുള്ള ഒരു മണ്ണാങ്കട്ടയാണ്. ഇതൊരു മിഷനാണ്. അത് ഇവിടെ കൊണ്ട് ഇപ്പൊ തീരും. ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ നമ്മളുണ്ട്. ആ വ്യക്തി നിത്യം ജീവിപ്പാൻ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവത്തിന് എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. എത്ര വിശാലമായ മഹത്വമേറിയ പ്രൊജക്റ്റാ സ്വർഗത്തിലെ ദൈവം നമ്മളിൽ ചെയ്യുന്നത്, നമ്മളിലൂടെ ചെയ്യുന്നത്. എന്താ സത്യം അറിയാതെ നാം കിടന്ന് സ്ട്രഗിൾ ചെയ്യുക. ജാതികളെ പോലെ ഒരു സ്തുതി ആരാധന മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒരു മതം നടത്തുന്ന അവസ്ഥയിലായിപ്പോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു മതമല്ല, ദൈവം ഒരു രാഷ്ട്രം പണിയുകയായി. ഹോളി നേഷൻ. നമ്മളിലൂടെ ഒരു ഹോളി നേഷൻ പണിതെടുക്കുകയാ. അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഓ ഫാദർ, വി താങ്ക് യു, we give you glory. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതും അറിയാത്തതുമായ അതുല്യ കാര്യങ്ങളാണ് കേട്ടത്. നിങ്ങൾ ഇതുവരെ ജനിച്ചു വളർന്ന മണ്ഡലത്തിൽ കേൾക്കാത്ത കാര്യങ്ങൾ. എന്നാൽ ഈ ദേവദാസൻ ഇത്ര ബോൾഡായിട്ട് പറയുന്നു ഇത് ബൈബിളിലുള്ളതാണ് എന്ന്. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസവുമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നതൊക്കെ ബൈബിളിൽ നിന്ന് കാണിച്ചു തന്നു. എന്റെ പഴയ ചിന്തകൾക്ക് ഇതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ ബെരോവിലുള്ളവരെ പോലെ ഉത്തമനായി മാറണം. അത് അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിളിലൂടെ പരിശോധിക്കണം. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. അതിനായി ഓരോ വ്യക്തിത്വങ്ങളും
എന്റെ ഈ ഭൂമിയിലെ ജീവിതം ഒരല്പസമയത്തേക്ക് ഉള്ളൂ എന്ന് ഞാൻ ക്രിസ്തുവിനെ പോലെ ആകുവാൻ, ക്രിസ്താനുരൂപനാകുവാൻ, ക്രിസ്തുവിൽ പ്രവർത്തിച്ച അതേ ഫംഗ്ഷൻ ഇമ്മാനുവൽ എന്നിലും പ്രവർത്തനമാകുവാൻ ഞാൻ എന്നെ തന്നെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിന്റെ ആഴങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ എങ്ങനെ വെളിപ്പെടുമെന്ന് അങ്ങയുടെ ദാസനിലൂടെ അങ്ങനെ അറിയിച്ചു. മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഈ ചിന്തകൾ മനസ്സിലാക്കാൻ അപ്പാ എന്റെ ഹൃദയങ്ങളെ എന്നെ തുറക്കണമേ. ഓരോ വ്യക്തികളും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് ഇടപെടട്ടെ. ഇത് ഞാനുമായിട്ടല്ല നിങ്ങളുടെ കാര്യം, ക്രിസ്തു യേശുവിലൂടെ സ്വർഗീയ പിതാവുമായി ഓരോ വ്യക്തികളും ബന്ധപ്പെടട്ടെ. ഓരോ വ്യക്തികളും ബന്ധപ്പെടട്ടെ. അങ്ങനെ സ്വർഗവും ഭൂമിയും നിങ്ങളിലൂടെ ഒന്നായി മാറട്ടെ, ഇമ്മാനുവൽ ഫംഗ്ഷനിലൂടെ. അതിനായി ദൈവങ്ങൾ സമർപ്പിക്കട്ടെ. ആള് മാറിയാൽ തീരട്ടെ. ഇത് നമ്മളെയല്ല ലോകം കാണേണ്ടത്, നമ്മളിലൂടെ ക്രിസ്തുവെ കാണട്ടെ. ക്രിസ്തുവിലൂടെ പിതാവിനെ കണ്ടതുപോലെ നമ്മളിലൂടെ പിതാവിനെ കാണുവാൻ ഇടയാകട്ടെ. ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ പിതാവിനെ കാണട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പാണൻകുഴി ദേശത്ത് അങ്ങ് ദേവദാസന്മാരോട്, ദൈവമക്കളോട്, ഈ ശബ്ദ കാഴ്ച ഏവരോടും ഇപ്പോഴും തുടർന്നും അങ്ങ് സംസാരിക്കുന്നതിനായി നന്ദി. ഈ ലോകത്ത് കിട്ടാൻ പ്രയാസമുള്ള ഈ വചനം, പിശാച് വാഴുന്ന ലോകത്ത് കിട്ടാൻ പ്രയാസമുള്ള ഈ വചനം അങ്ങ് ലോകത്തെ ദൈവമക്കളെ അറിയിച്ചതിനായി നന്ദി. അങ്ങയുടെ കരുണയാണപ്പ ഈ മക്കളെ ഏവരെയും അങ്ങ് ഈ വചനം മനസ്സിലാക്കി ഈ വചനപ്രകാരം ക്രിസ്തുവെ പോലെ ഇമ്മാനുവലായി ദൈവ കുടുംബമായി മാറുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു പിതാവേ, അങ്ങിൽ ശരണപ്പെടുന്നു. മനുഷ്യന്റെ കഴിവ് കൊണ്ട് ഒരു കാര്യവും നേടിയെടുക്കാൻ കഴിയുകയില്ല. എന്നാൽ അങ്ങയുടെ വചനത്തിന്റെ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ ഇതെല്ലാം സാധ്യമാകുകയാൽ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു. ബലാത്കാരികൾ ബലാത്കാരേണ ഈ ദൈവരാജ്യത്തെ അവകാശമാക്കുന്ന തലത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് എതിർ വ്യാപരിക്കുന്ന സ്വയത്തെയും ജഡത്തെയും ലോകത്തെയും എല്ലാ പിൻപിലുള്ള എല്ലാ മഹത്വങ്ങളെയും വിട്ടുകളഞ്ഞ് മുൻപിലുള്ള ആ തേജസ്സുള്ള ക്രിസ്തുവിൽ അങ്ങയോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പാൻ കർത്താവേ, ഈ കാഴ്ച ശബ്ദ പരിധിയിൽ ഈ ഹോളിലായിരിക്കുന്ന സകലരെയും അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ വീണ വചനം ശത്രു മറച്ചു കളയാതെ, ശത്രു അതിനെ ഇല്ലാതെയാക്കി അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുവാൻ തക്കവണ്ണം ജനഹൃദയങ്ങളെ ആ കുരുടാക്കാതെ അവർക്ക് കാഴ്ച കൊടുക്കുവാൻ അങ്ങ് ഇടയാക്കണം. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഇല്ലാതെ ഒന്നും കഴിയത്തില്ല. അങ്ങയുടെ ആത്മാവ് ഈ മക്കൾ പ്രവർത്തിക്കാൻ ഇടയാകട്ടെ. ശത്രു കുരുടാക്കാതെ ഈ വചനം അവരുടെ ഹൃദയങ്ങളിൽ ആംപ്ലിഫൈ ചെയ്യട്ടെ. ഈ വചനം അവരുടെ ഹൃദയങ്ങളിൽ വളരട്ടെ. ഈ വചനം അവരുടെ ഹൃദയങ്ങളിൽ മുളയ്ക്കട്ടെ. ഈ വചനം കർത്താവേ അവരുടെ ഹൃദയത്തിന് ആനന്ദം കൊടുക്കട്ടെ. ഈ വചനത്തിനായുള്ള ദാഹ, ഉപ്പുവെള്ളം കുടിച്ച വ്യക്തിക്ക് വീണ്ടും വീണ്ടും ദാഹിക്കുന്നത് പോലെ ഈ വചനത്തിന് വേണ്ടിയുള്ള ദാഹ ഈ മക്കളുടെ മേൽ ജനിക്കപ്പെടുവാൻ ഇടയാകട്ടെ കർത്താവേ. അങ്ങ് ആ ദാഹം അവർക്ക് കൊടുത്താട്ടെ കർത്താവേ. അങ്ങ് ആ ദാഹം അവർക്ക് കൊടുത്താട്ടെ. അങ്ങയുടെ ആത്മാവിന് ആ ദൈവിക ദാഹ ഈ ഹോളിൽ ശബ്ദ കാഴ്ച വളർത്തിയിലായിരിക്കുന്ന ഏത് വ്യക്തികളുടെ മേലും ഇപ്പോഴും തുടർന്ന് സംഭവിക്കാൻ ഇടയാകട്ടെ. ആ ദാഹം അവരെ ഒരു അന്വേഷണമായി ദൈവരാജ്യം അന്വേഷിക്കാൻ ഇടയാക്കട്ടെ. അതവരെ ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ ഇടയാകട്ടെ. അതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ സഭയെ അനുഗ്രഹിക്കുന്നു, ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹമാകട്ടെ. അതിനോട് കൂടെയുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയാണ് കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഒരു സന്ദേശമായി, ദൈവത്തിന്റെ സന്ദേശമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുത കരങ്ങൾ ഏൽപ്പിക്കുന്ന കൂടെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ അവരുടെ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത മനസ്സിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്ക് കരങ്ങളെ വെച്ചാട്ടെ. ദൈവത്തിന്റെ സമാധാനം നിങ്ങളെ കാക്കുവാനിടയാകും. ദൈവത്തിന്റെ സൗഖ്യം നിങ്ങളെ കാക്കുവാനിടയാകും. യേശുക്രിസ്തുവിന്റെ അടിപ്പണര കാൽവരി ക്രൂശിലൂടെ ദൈവം ദൈവം ഞങ്ങൾക്ക് നേടിത്തന്ന സൗഖ്യം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. സൗഖ്യമുള്ളവരായി തീരട്ടെ. രോഗങ്ങൾ വെട്ടുമാറ്റപ്പെടട്ടെ. രോഗാണുകൾ മാറിപ്പോകട്ടെ. രോഗത്തിന്റെ സ്പിരിറ്റുകൾ മാറിപ്പോകട്ടെ. എത്ര പഴകിയ രോഗമായാലും സ്വർഗം നിന്നെ സ്വതന്ത്രമാക്കുന്നു.
ഹൃദയത്തിൽ ദൈവ സമാധാനം നിറയട്ടെ, ദൈവിക ആശ്വാസം നിറയട്ടെ, ദൈവിക തേജസ് നിറയട്ടെ. അനേകർക്ക് സമാധാനമായി, അനേകർക്ക് ഐശ്വര്യമായി, അനേകർക്ക് ഒരു ആനന്ദമായി ക്രിസ്തുവിൽ നീ മാറട്ടെ. അത് അനുഗ്രഹിക്കുക, ഒരു അനുഗ്രഹമായി തീരട്ടെ. സർവമഹത്വ പിതാവ് അങ്ങ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കേട്ട വചനം അങ്ങനെ തന്നെയോ എന്ന് ബരോവരുള്ളവരെ പോലെ വിശുദ്ധ ബൈബിൾ വായിച്ച് ഉറപ്പിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മാത്രമല്ല ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാനിടയാ. ഫലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ സ്വർഗീയ പിതാവുമായി ഒന്നായി ഒരു കുടുംബമായി തീർന്നു. അങ്ങനെ ഏകാത്മാവിനാൽ ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിൽ പ്രവേശിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് ആ ദേശത്തേക്ക് യാത്രയാകാം. ദൈവങ്ങൾ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറന്നു പോകരുത്, അടുത്ത ധ്യാനം മാർച്ച് 3-ാം തീയതിയാണ്. കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ സന്തോഷിക്കുക. നിങ്ങൾ എത്ര ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു 6 ദിവസം അവിടെ ഇരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു നിത്യ അസറ്റായി മാറുവാൻ ദൈവം സഹായിക്കും. കടന്നു വന്നാട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, യേശുവെ അനുഗമിക്കാം, പിതാവിന്റെ അടുക്കലെത്താം. താങ്ക് യു.